നീ സംസാരിക്കണം. നിന്റെ പാഴായിരിക്കുന്ന അവസ്ഥകളോട് നീ സംസാരിക്കണം. നിന്റെ ജോലിയില്ലായ്മയോട് സംസാരിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ജുഡാലകസിയാധന അവൻ യോശുവ യഹോവയോട് സംസാരിച്ചിട്ട് യോശുവ എന്ത് പറഞ്ഞു? സ്തോത്രം, ഒരസ്തമനം നടക്കാൻ പോവുക. ചിലരുടെ ആയുസ്സിനോട്, ചിലരുടെ ആരോഗ്യത്തോട്, ചിലരുടെ നന്മകളോട്, ചിലരുടെ ഭവനങ്ങളോട്, ചിലരുടെ തലമുറകളോട്, ചിലരുടെ ബിസിനസ്സിനോട്, ചിലരുടെ ഭൗതിക വിഷയങ്ങളോട് ഒരു ഇരുട്ട് കയറി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ യോശുവായ്ക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ സൂര്യനും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെടും. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 9ാമത്തെ ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിനക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ പുതിയ നിയമ ദൈവഭക്ത നിനക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിന്റെ ഗിഫ്റ്റാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടും പ്രതികരിക്കാത്തവരുടെ മുഖം ഞാൻ കാണുന്നു. ആത്മാവിൽ പ്രതികരിച്ച് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ പ്രതികരിക്കാൻ ദൈവ കൃപ തന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ച് ജൂഡിമന ഹദരജഗസിയ ഇന്ന് രാത്രിയിൽ ആകാശമണ്ഡലങ്ങളെ പിടിച്ചു നിർത്തുവാൻ, കാട്ടത്തികളെ വേരോടെ പറിച്ചു കളയുവാൻ, നിനക്ക് മുമ്പിൽ കലിതുള്ളി തിരമാലകൾ ആർത്തു വിളിക്കുന്ന ചില ചെങ്കടലുകളോട് കൽപ്പിക്കുവാൻ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെതിരെ ചലിക്കുന്ന ചില ആസ്ട്രോളജിയുടെ സിസ്റ്റത്തെ തിരിക്കുവാൻ ഈ ജ്യോതിർഗോളങ്ങളോട് സംസാരിച്ചെങ്കിൽ, അത് ആ സ്ഥാനത്ത് നിലയുറപ്പിച്ചെങ്കിൽ ഇസ്രായേൽ മക്കളുടെ വിടുതലും അവരുടെ ജയവും കയറി വരുന്നിടം വരെ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് പ്രപഞ്ചത്തിന്റെ ശക്തികൾ ചലിക്കാതെ നിന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ചലനത്തിന് വിരുദ്ധമായി ഈ അങ്ങ് UAE-യിൽ, ഇങ്ങ് കേരളത്തിൽ എന്നെ നിങ്ങൾ എവിടെ നിന്നാ കേൾക്കുന്നത്, ആ പട്ടണത്തിൽ സഞ്ചരിക്കുന്ന ചില ഇരുളിന്റെ സഞ്ചാര പദങ്ങളെ ആത്മാവിൽ അഡ്രസ് ചെയ്ത് കൽപ്പിച്ചേ. അറബനെ അടകച്ചുണ സംഭവ റബസ്കൻ, ആരും മൗനമായിരിക്കരുത്. ഈ 9ാമത്തെ രാത്രിയിൽ നിനക്കെതിരെ ചലിക്കുന്ന ചില ഇരുട്ടിന്റെ സ്ട്രാറ്റജികൾ ആത്മമണ്ഡലത്തിൽ ബ്രേക്ക് ചെയ്യുന്ന രാത്രിയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടവരാ. ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ ആത്മതലങ്ങൾ തുറന്നു വരട്ടെ. റൂഖാന ഹസിയ, നിനക്കറിയാത്ത വഴികൾ, നിന്നെ അറിയാത്ത ചില വ്യക്തികൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നമ്മളുമായി കണക്റ്റഡ് ആകട്ടെ. രക്തത്താൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വിഷയത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു വരുന്നില്ല. എത്ര ഉപവസിച്ചിട്ടും ആ വിഷയത്തിന്റെ ഗൂഢമായ ചില ചലനങ്ങൾ നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി അന്യഭാഷയെ പ്രാർത്ഥിച്ച് ചിലത് പൊട്ടി വരും. റബന അടക രഹസ്യ ജൂഡാലബസിയൽ അമേൻ. ജോർജ് എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന ബ്രദറെ, ആത്മാവിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ചില നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ ചില ഗൂഢമായ ചരിത്രത്തെ പൊക്കിക്കൊണ്ട് ഈ രാത്രിയിൽ ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ യോർദാനുകൾ വഴിമാറും, നിന്റെ മുമ്പിൽ ചെങ്കടലുകൾ വഴിമാറും, നിന്റെ മുമ്പിൽ ചില വഴികൾ സ്തോത്രം അടഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ശമനവർദ്ധനീയ റിബൽ കനാസിയ ധൂരബബ അന്തര വൈഡൽ പ്രൗഢബലവശസിയ. അന്യഭാഷ പ്രാപിക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ മേൽ ഒരു ആത്മപകർച്ച, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ആത്മപകർച്ച വെളിപ്പെടുത്തണം എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തമായ ദൈവ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. അല്പസമയങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ച്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ഈ രാത്രിയിൽ ആത്മനിറവോടെ ദൈവകൃപയോടെ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് ഷുഡിയ അടഗജ ലഗത്തുന സന്തൽജന റിമനെ ഹദര സഥനകടകതിരിയ ആമേൻ. ആരും തിരിച്ചറിയാത്ത ഭാഷ, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ഭാഷ, ആർക്കും പൊരുളിരിക്കാൻ കഴിയാത്ത ഭാഷ, ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഭാഷ, നിനക്കും നിന്റെ അപ്പനും ഇടയിൽ ഇന്ന് രാത്രി നിന്നെ ചലിപ്പിക്കുന്ന ഭാഷയാണ് സ്വർഗത്തിന്റെ ഭാഷ. അല്പസമയങ്ങൾ കരങ്ങളെ അടിച്ച് നിന്റെ ശരീരം ഇന്ന് രാത്രി ദൈവശക്തി റിസീവ് ചെയ്യട്ടെ. നിന്റെ ശരീരത്തിലേക്ക് ആത്മപകർച്ചകൾ വ്യാപരിക്കട്ടെ. ശംദന റബൽഖനാസിയ ധൂരബാബ. ചിലരുടെ യാത്രകൾ മുടങ്ങി നിൽക്കുകയാ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നാവെടുത്ത് സംസാരിച്ചേ, വായ തുറന്ന് പ്രതികരിച്ചേ. ആ കാട്ടത്തിയോട് പറ, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ പാസ്റ്റർ പറയട്ടെ എന്നല്ല, പ്രസംഗിക്കുന്ന ഗസ്റ്റ് പാസ്റ്റർ പറയട്ടെ എന്നല്ല, പിന്നെ ആര് പറയണം? ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ സംശയിക്കാതെ വിശ്വസിച്ചാൽ, നിങ്ങൾ ഈ കാട്ടത്തിയോട് പറഞ്ഞാൽ, ഈ കാട്ടത്തിയോട് കൽപ്പിച്ചാൽ അതവിടെ വേരോടെ പറഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒന്നുകൂടെ വളരെ ക്ലിയറായി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ
ആമേൻ, സ്തോത്രം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. എപ്പോ പറയണം? ചിലത് സംഭവിക്കുന്നതിന് മുൻപ് നീ പറയണം. ആമേൻ. എന്ത് പറയണം? സ്തോത്രം, സ്തോത്രം. ആമേൻ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വീണ് നമസ്കരിക്കും എന്ന് പറയുമ്പോൾ പിതാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, കൂടപ്പിറപ്പുകൾക്കുള്ള ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ജഡരക്തങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കൃപ പ്രാപിച്ചവൻ പറഞ്ഞു, ആമേൻ, അടുത്ത 13 വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എൻ്റെ മുൻപിൽ വന്ന് വീണ് നമസ്കരിക്കും. ഈ രാത്രിയിൽ ഹല്ലേലൂയ അഡ്വാൻസായി നമുക്ക് നമ്മോട് തന്നെ പ്രവചിച്ച് തുടങ്ങാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് വായിച്ചെന്നെ സഹായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ. സ്തോത്രം. മർക്കോസ് 11:22 മുതൽ. യേശു അവരോട് യെസ് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. യെസ് ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, അതിനു മുൻപ് കർത്താവ് കാട്ടത്തീയുടെ കാര്യം പറഞ്ഞു. കാട്ടത്തീയുടെ കാര്യം. സ്തോത്രം. അവൻ കാട്ടത്തീയോട് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാട്ടത്തീയോട് കൽപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം അവരതിലൂടെ പോകുമ്പം കാട്ടത്തീ വേരോടെ ഉണങ്ങി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് കൽപ്പിച്ചാൽ ചിലത് വേരോടെ ഉണങ്ങും. ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തെ കാർന്ന് തിന്നാൻ നിൽക്കുന്ന ചില രോഗത്തിന്റെ പാരമ്പര്യ കടുങ്കെട്ടുകൾ അത് ഇന്ന് രാത്രിയിൽ വേരോടെ ഉണങ്ങും. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഒരു സഭയിൽ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ് ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങാൻ പാസ്റ്റർക്കും കുടുംബത്തിനും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പാസ്റ്ററുടെ വൈഫിനെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചു. ഞാൻ ചോദിച്ചു, ആൻറ്റിക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? സ്തോത്രം. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ സിസ്റ്ററുടെ മേൽ ഒരു പ്രത്യേക വിഷയം ഇപ്പോൾ വല്ലാതെ അലട്ടി നിൽക്കുക. ഞാൻ ചോദിച്ചു, ആൻറ്റി, പരിശുദ്ധാത്മാവിനോട് പറയുന്നു എന്തോ ഒരു വല്ലാത്ത ഭാരം, എന്തോ ഒരു വല്ലാത്ത വിഷയത്തിൽ ആൻറ്റിയുടെ മനസ്സിങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്നേരം ആൻറ്റി പറയുന്നത്, സ്തോത്രം, ഞാൻ 56-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു വർഷം കൂടെ ദൈവം തന്നില്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ അപ്പൻ ആമേൻ 56-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. എൻ്റെ അപ്പൻ്റെ അപ്പൻ 56-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഹൃദയത്തിൻ്റെ വാൽവ് തകർന്ന് 56-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ആണ്ടോ, ഒരു പാസ്റ്ററുടെ ഭാര്യ. പക്ഷെ 56-ാമത്തെ വയസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള പലർക്കും സംഭവിച്ച ആ ചെയിൻ പോലെ നിൽക്കുന്ന കേഴ്സ് എനിക്കും സംഭവിക്കുമോ? ആ രോഗം എനിക്കും വരുമോ എന്നൊരു വല്ലാത്ത ഭയം ആ ദൈവദാസിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഇങ്ങനെ വേവ്സ് പോലെ, ആമേൻ, കാറ്റിനാൽ ഉലയുന്ന വൃക്ഷങ്ങൾ പോലെ ആ ദൈവദാസിയുടെ മനസ്സും ഹൃദയവും വല്ലാതെ ഭാരപ്പെട്ട് ഇങ്ങനെ ഉലഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ വല്യപ്പനോ നിന്റെ അപ്പനോ നിന്റെ മൂത്ത ജ്യേഷ്ഠിക്കോ നിന്റെ ആങ്ങളയുടെ മരണത്തിന് കാരണമായ ഹാർട്ടിന്റെ വാൽവിന്റെ തകരാറോ നിന്റെ മേൽ സംഭവിക്കത്തില്ലെന്ന് ഞാൻ ദൈവദാസൻ എന്ന അധികാരത്തിൽ കൈവച്ച് കൽപ്പിക്കുന്നു. സ്തോത്രം. ഇന്നും ആ ആന്റി കോട്ടയത്ത് ജീവിക്കുന്നുണ്ട്. രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ചില ശാപങ്ങളെ ബ്രേക്ക് ചെയ്യുക. ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, അത് പാരമ്പര്യമായി, അത് പൈതൃകമായി അമ്മമാരിൽ നിന്ന്, അപ്പന്മാരിൽ നിന്ന്, ജനറ്റിക്കൽ ലീനേജിലൂടെ, ബ്ലഡ് ലീനേജിലൂടെ, ചില അബ്രിങ്സിലൂടെ, ചില ട്രഡീഷനിലൂടെ അത് നിന്നെയും കൊണ്ട് പോകും. അവർക്ക് സംഭവിച്ചതുപോലെ നിനക്കും സംഭവിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ സ്ട്രാറ്റജികളെ ഈ ഉപവാസത്തിന്റെ 9-ാമത്തെ ദിവസം ഞങ്ങൾ ഒന്നിച്ച് സഭ ചേർന്ന് അഭിഷിക്തന്മാർ ഒന്നിച്ച് ഞങ്ങളുടെ വിശുദ്ധ കൈകൾ ആത്മമണ്ഡലത്തിൽ ഉയർത്തി ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ഈ ജനത്തെ വിട്ടുമാറുക.
Right now, right now, right now, right now, church, get ready. Something is going to happen supernaturally. എന്തോ അസാധാരണമായ കാര്യം ചിലരുടെ മേൽ ആത്മാവ് കൈമാറുകയാ. ഈ രാത്രിയിൽ നീ വാ തുറന്ന് കൽപ്പിച്ചാൽ അതൊരു വാളായി മാറും. ആമേൻ. മോശയ്ക്ക് വടി കൊണ്ടടിക്കണമായിരുന്നു, പക്ഷെ യേശു വാ തുറന്ന് കൽപ്പിച്ചു. അതേ അധികാരം, അതേ മഹത്വം, അതേ ഗ്ലോറി, അതേ അഭിഷേകം സഭയ്ക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വാ തുറന്ന് പറ. അപ്പന്മാർക്ക് സംഭവിച്ചത്, അമ്മമാർക്ക് സംഭവിച്ചത്, പിതാക്കന്മാരുടെ കാലങ്ങളിൽ സംഭവിച്ചത് എൻ്റെ ആയുസിൽ അത് സംഭവിക്കത്തില്ല. രക്തത്താൽ ജയം. ഓ റബ ശംധുനിയ. We together, Lord, in the name of Jesus, we break some curses. ആമേൻ. ചില ഇരുട്ടിന്റെ ശാപശക്തിയുടെ വ്യാപാരങ്ങളെ ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. രഹസ്യതലത്തിലൂടെ, പരസ്യതലത്തിലൂടെ, ഭക്ഷണപാനീയങ്ങളിലൂടെ നിന്റെ നന്മകളെ ആമേൻ ഒതുക്കിക്കളയുവാൻ വ്യാപരിക്കുന്നതിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, ചില ശാപത്തിന്റെ ഉറവകളെ, റമന, ഹടക, സധന, ആമേൻ, കുടുംബത്തോട്, കുടുംബജീവിതത്തോട്, ദാമ്പത്യ ബന്ധങ്ങളോട് ഒക്കെ പോരിതി നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളെ ഞങ്ങൾ ആത്മാവിൽ വേട്ടി പ്രാർത്ഥിക്കും. എന്റെ ജനത്തെ തൊടരുത്, എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, ആമേ, എന്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഈ സഭയിലുള്ള സകല ജനത്തെയും ഈ 9ാമത്തെ ദിവസം രാത്രിയിൽ ഈ ഫാസ്റ്റിംഗ് പ്രേയറിന് കയറിയ സർവ്വജനത്തെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുമ്പോൾ അത് അവരുടെ മേലൊരു അനുഗ്രഹമായി മാറട്ടെ. രക്തത്താൽ ജയം. സ്തോത്രം. ഞാൻ എന്തിനാ ഈ മർക്കോസ് 11 വായിപ്പിച്ചെന്നറിയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ ഇങ്ങനെയൊരു സംഭവമുണ്ട്. സ്തോത്രം. നോക്കിക്കേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. സ്തോത്രം. ഞാൻ പറയുന്നത് സംഭവിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്നത് പോലെ സംഭവിക്കും. ഇന്ന് രാത്രിയിൽ അധരത്തിന്റെ മേൽ അഭിഷേകവും അധികാരവും പ്രാപിച്ച ദൈവസഭ ചേർന്ന വാക്കൊന്ന് ഉരുവിട്ട് ഞാൻ പറയുന്നത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ വൈഫും കൂടെ പഞ്ചാബിൽ ചില വർഷങ്ങളുടെ പുറകിൽ മീറ്റിങ്ങിന് ഒന്നിച്ചു പോയി. അന്ന് രാത്രി മീറ്റിംഗ്, ഞങ്ങൾ പ്രഭാതത്തിൽ അവിടെ എത്തിച്ചേർന്നു. ഉച്ച കഴിഞ്ഞു. അന്തരീക്ഷം വളരെ കലുഷിതമായി. വലിയ കാർമേഘങ്ങൾ ആ ഗ്രൗണ്ടിന് മുകളിൽ വന്നുകൂടി. ശക്തമായ കാറ്റുകൾ അടിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റ് പോലെ വലിയ കാറ്റ് പഞ്ചാബിന്റെ ആ ഗ്രാമപ്രദേശത്ത് വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പിഴുതെറിയുന്നത് പോലെ ശക്തമായ കാറ്റുകളാണ്. ആ കാറ്റിനെ അതിജീവിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങി കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കാറ്റിന്റെ ഗതിവിഗതികളോട് കൽപ്പിക്കുന്നു. ഈ കൺവെൻഷൻ അവസാനിക്കുന്നിടം വരെ ഈ കാറ്റ് ഇവിടെ ചലിക്കരുതിനി. ഈ കാറ്റ് ശാന്തമാകുക. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, ആ കൺവെൻഷൻ തീരുന്നിടം വരെ ഒരു തുള്ളി മഴ പെയ്തില്ല. കാറ്റ് എങ്ങോട്ട് പോയെന്നറിയില്ല. നിന്ന നിപ്പിൽ കാറ്റുകൾ ശമിച്ചു. ഇന്ന് രാത്രി നിന്റെ അധരത്തിന് അധികാരമുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറ. ഈ രാത്രി ചില രോഗത്തിന്റെ ആമേൻ വേരുകൾ കർത്താവ് അഭിഷേകത്തിന്റെ അധികാരത്തിൽ അറുത്തുകളയും. രക്തത്താൽ ജയം. എനിക്കറിയാം, ഞാൻ ഈ മീറ്റിങ്ങിൽ കയറുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഒത്തിരി പെയിൻ അനുഭവിച്ചു. എനിക്കറിയത്തില്ല, അത് ഞാൻ ഓർത്തു എൻ്റെ പെയിനാണെന്ന് ഓർത്തു. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് രാത്രിയിൽ രോഗശാന്തിയുടെ പോർട്ടൽ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. പ്രത്യേകിച്ചും യൂട്രസ് സംബന്ധമായും കിഡ്നി സ്റ്റോൺ സംബന്ധമായും പെയിൻ അനുഭവിക്കുന്ന ചിലർ, ഇടതുകാലിൻ്റെ പൊത്ത മുതൽ ഏതാണ്ട് ഹിപ്പ് വരെ പെയിൻ അനുഭവിക്കുന്ന ചിലർ മരവിപ്പിന് തുല്യമായി അതാണോ ഇതാണോ എന്ന് നിന്നെ കൊണ്ട് മനസ്സുലപ്പിച്ച് സ്തോത്രം കാലി ചവിട്ടി നിന്ന് നിനക്കൊരു ജോലി ചെയ്യാൻ കഴിയാതെ നിന്റെ അസ്ഥിക്കകത്ത് കയറിയ രോഗത്തിന്റെ കടുങ്കട്ട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. ആരോടാ ദൂതെന്ന് എനിക്കറിയത്തില്ല. ആരോടാണെങ്കിലും അവർ വിശ്വസിച്ച് ഏറ്റെടുത്തു. ഈ രാത്രി നിന്റെ ഉദരത്തെ വിടുവിക്കും. ഈ രാത്രി നിന്റെ ഗർഭപാത്രത്തെ ദൈവം തുറക്കും. ഈ രാത്രി കർത്താവ് അസാധാരണമായ ചില കാര്യങ്ങൾ നിന്റെ ലൈഫിനകത്ത് കർത്താവ് ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നോക്കിക്കേ, ആരെങ്കിലും അത് പാസ്റ്റ് പറയണമെന്നല്ല, അത് സെൻട്രൽ പാസ്റ്റ് പറയണമെന്നല്ല, അത് ഗസ്റ്റ് പാസ്റ്റ് പറയണമെന്നല്ല. നിങ്ങൾ വചനം അറിയാവുന്നവരാ, നിങ്ങൾ വചനം നന്നായി ശ്രദ്ധിക്കുന്നവരാ. നോക്കിക്കേ, ആരെങ്കിലും സ്തോത്രം
വിശ്വാസം ഉണ്ടെങ്കിൽ അവിടോട്ട് കൈവച്ച് പറ, അവിടെ ഞാൻ കയറി നിൽക്കുക. ആരെങ്കിലും, കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, സ്തോത്രം. ഞങ്ങൾ ഈ കോട്ടയം ടൗണിലാണ് താമസിക്കുന്നത്. കുറേ വർഷങ്ങളുടെ പിറകിൽ എൻ്റെ വൈഫിന് അവരുടെ പിതാവും മാതാവും സഹോദരിമാരും കൂടെ ഒക്കെ ഒരുമിച്ച് ഒരു പബ്ലിക് ഹോളിഡേ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അന്ന് ഞങ്ങളുടെ കൂടെ അവർ ചെലവഴിച്ചു. കാരണം അവർ രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. അവർക്ക് പബ്ലിക് അവധി കിട്ടുമ്പോഴാണ് ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടി. പക്ഷേ പോകാൻ നേരം എൻ്റെ വൈഫിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ അടിയന്തരമായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ തൊണ്ട ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, നിന്റെ ത്രോട്ടിന് അല്പം പ്രൊജക്ഷൻ ഉണ്ട്, അത് തൈറോയിഡാണ്. അവർ പോയതോടെ എൻ്റെ വൈഫിൻ്റെ മുഴുവൻ സന്തോഷവും പോയി. പുള്ളിക്കാരി ആകെ ഓഫായി. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എന്തെങ്കിലും വാങ്ങിക്കാത്തതിൻ്റെ പ്രശ്നമാണോ, പുള്ളിക്കാരി പറഞ്ഞ എന്തെങ്കിലും കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണോ? സഹോദരിമാർക്ക് അങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടല്ലോ. പോട്ടെ, സ്തോത്രം. നിങ്ങൾക്കതില്ലാത്തതിനായിട്ട് സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം പറ. പുള്ളിക്കാർ പറയത്തില്ല. എന്നോട് അവസാനം സ്തോത്രം വേറൊരു രൂപത്തിൽ എന്നോട് പറഞ്ഞു, സ്തോത്രം, അതേ എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ കാര്യം വെളിപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുവാ സംഭവിച്ചത് എന്ന് പറഞ്ഞു. എൻ്റെ തൊണ്ട വീർത്തിരിക്കുന്നത് അച്ചായന് കാണാൻ ഇതുവരെ കണ്ണില്ലല്ലോ. അച്ചായന് സെൻട്രൽ ചർച്ച്, അതേ സ്തോത്രം, മിഷൻ ബോർഡ്, ചർച്ചിൻ്റെ കാര്യം, പൊതു മീറ്റിംഗ്, ഇങ്ങനെ ഓടുവല്ലേ, സ്തോത്രം. അങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറയാം, സ്തോത്രം, ഈ ഭാഗത്തൊരു ചെറിയ സംഭവമുണ്ട്. അന്നേരമാണ് കൃപയാൽ ഞാനും തൊണ്ടയിലോട്ട് നോക്കുന്നത്. സ്തോത്രം. ചില അച്ചായന്മാരും സഹോദരന്മാരും ഒക്കെ പറയുന്നുണ്ട്, ബാസേ അതൊന്നുകൂടെ എടുത്തു പറ, ഞങ്ങളുടെ അച്ചായനോടുമുള്ള ദൂതാണെന്ന്. സ്തോത്രം. രക്തത്താൽ ജയം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സഹോദരിമാരെ ശ്രദ്ധിക്കുന്നത് നമുക്ക് നന്മയാണ്. ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്തോത്രം, ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അല്പം സമയം വേണം. ഞങ്ങളുടെ ഹോള് താഴെയാണ്, ഫെയ്ത്തുവ മേളിലാണ്. ഞാൻ പോയി പ്രാർത്ഥിക്കാനൊരു പായിട്ടു. സ്തോത്രം. കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ, എന്നോട് കൃത്യമായും യെസ് എന്നോ നോ എന്നോ പറയണം. സ്തോത്രം. പാസ്റ്റേ, ഞാനൊരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. അന്നും ഇന്നും എനിക്ക് നിർബന്ധമാണ്. എനിക്ക് വേറൊരാളിലൂടെ ദൈവശബ്ദം കേൾപ്പിക്കാറുണ്ട് ദൈവം. പക്ഷെ എൻ്റെ ആഗ്രഹം എൻ്റെ അപ്പനോട് എനിക്ക് നേരിട്ട് സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് ഉണ്ടോ? എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് ഇല്ല. സ്തോത്രം. ഇന്ന് രാത്രിയിലും വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നല്ല ഒരു മെസ്സേജ് ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, മാനസികമായി അസ്വസ്ഥപ്പെടുത്തുന്ന ചില രോഗത്തിന്റെ കടുത്ത വേരുകൾ നിന്നെ ശ്വാസം മുട്ടിക്കുമ്പോൾ, നിന്റെ ലങ്സിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദാറ്റ്സ് ഗോയിങ് ടു റിമൂവ്. നിന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറും. ഈ പ്രവചനത്തിന് പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. രക്തത്താൽ ജയം. ഈ ദൂതിന് പരിശുദ്ധാത്മാവ് സാക്ഷിയ. ദൈവത്തിന് സജീവ് പാസ് പറയുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ രോഗത്തിന്റെ കടുങ്കെട്ടുകൾ ഈ രാത്രി ദൈവാത്മാവ് അറുത്ത് കളയും. ആമേൻ. എൻ്റെ വൈഫ് അവസാനം പറഞ്ഞു, സ്തോത്രം. ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് ടൗണിൽ പോയി. ഒരു മിനിറ്റ് അവിടെ എന്തോ പറയുന്നു. ഒരു മിനിറ്റ് അവിടെ എന്തോ ചോദിക്കുന്നു. കുറച്ചേരം ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ഇപ്പൊ ഇവിടെ ഭയങ്കര മറ്റേ യുദ്ധത്തിന്റെ ഭീതിയുണ്ട്. അപ്പം കുറച്ചേരം ഒന്ന് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു പ്ലീസ്. പുറത്ത് ഭയങ്കരമായിട്ട് മോനെ ധൈര്യമായിട്ടിരി. ധൈര്യത്തിന്റെ കാര്യമല്ലേ പറയുന്നത്, ഭയപ്പെടല്ലേ. കർത്താവിന്റെ വചനം ധൈര്യമായിട്ടിരിക്കും. കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ മുട്ടിരിക്കെ, വചനം അങ്ങ് വിശ്വസിക്കെ, വചനം അങ്ങ് വിളിച്ചു പറയും. ധൈര്യമായിട്ട് നീ പ്രാർത്ഥിച്ചോ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ നീ പ്രാർത്ഥിച്ചോ. കേട്ടോ? സ്തോത്രം. ഒരു ബ്രേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണോ? 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. 2 മിനിറ്റ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും പ്ലീസ് അന്യഭാഷ പറഞ്ഞു ഒഴിഞ്ഞു പോകട്ടെ, മാറിപ്പോകട്ടെ. വൈഡക്കലം സംഭമേ രവഞ്ചനി വാദികൾക്കലം വേദികൾ
കർത്താവേ, കർത്താവ് സംസാരിക്കുന്നു. പ്രാണന്റെ മേൽ, ആയുസിന്റെ മേൽ, ജീവനുകളുടെ മേൽ ഭാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് divine courage പ്രാർത്ഥിക്കുന്നവരുടെ ജനത്തിൽ നിന്ന് ഭീതി ഒഴിഞ്ഞു ധൈര്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനം ഭരിക്കുന്ന സ്ഥാനങ്ങളിൽ യുദ്ധഭീതികൾ, മരണഭീതികൾ, പ്രാണഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കർത്താവിനെ ധൈര്യപ്പെടുത്തും, കർത്താവിനെ ബലപ്പെടുത്തും, കർത്താവിന് കൃപ കൊടുക്കും, കർത്താവിന്റെ സാന്നിധ്യം ആകാശ ശക്തികളെ ഞങ്ങൾ പിടിച്ചു, ആകാശത്തിന്റെ ഭീതികളെ ഞങ്ങൾ പിടിച്ചു, ആകാശത്തിന്റെ സൈന്യങ്ങളെ ഞങ്ങൾ പിടിച്ചു നിർത്തും. ഈ രാത്രി സകല യുദ്ധങ്ങളിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി യുദ്ധഭീതിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കുന്നോ അവരായിരിക്കുന്നിടത്ത് ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നത് പോലെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവസഭകളിലുള്ള ഒരു സഹോദരനോ സഹോദരിയോ കുഞ്ഞുങ്ങളോ ഈ ആപത്ഘട്ടത്തിൽ അധൈര്യപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, സ്വർഗത്തിൻ്റെ ദൈവമേ, നീ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന് ഞങ്ങൾ അവർക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. യുദ്ധഭീതികൾ ആമേൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ യുദ്ധക്കൊതിയരായ രക്തദാഹികളായ സകല പൈശാചിക വ്യാപാരങ്ങളെയും എല്ലാ സ്വാധീനങ്ങളെയും ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വചനം അയച്ച് ഞങ്ങൾ കൽപ്പിക്കുന്നു. സകല യുദ്ധങ്ങളെയും അങ്ങ് നിർത്തലാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇതുവരെ കേട്ടതുപോലെ ഞങ്ങൾ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മമണ്ഡലത്തോട് കൽപ്പിക്കുന്നു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ആമേ, സഭ ചേർന്ന് കരമുയർത്തി ഒന്നിച്ചെന്ന് ആമേൻ പറഞ്ഞ് ആ ഭീതിയിൽ നിൽക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. അവരായിരിക്കുന്ന പാർപ്പിടത്തിലോ, അവരായിരിക്കുന്ന സിറ്റിയിലോ, അവരായിരിക്കുന്ന സഞ്ചാരവേളകളിലോ ഒരാപത്തും സംഭവിക്കാതെ കൃപയുടെ കരത്തിൽ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിൽ അങ്ങ് അവരെ സൂക്ഷിച്ചതിന് സ്തോത്രം.
ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ, അവസാനം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ബ്ലഡ് എടുത്തു, പരിശോധിച്ചു. മെഡിക്കൽ ഫീൽഡിൽ ബന്ധമുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് ആ ടെസ്റ്റിന് അല്പം കൂടുതൽ ബ്ലഡ് ആവശ്യമാണ്. പറഞ്ഞ ഫീസ് അടച്ചു, ബ്ലഡും കൊടുത്തു. 4 മണിക്ക് റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് തന്ന നേഴ്സിനോട് ചോദിച്ചു, ഇതിനകത്ത് പറയുന്ന രോഗിക്ക് ഈ തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗമുണ്ടോ? സ്തോത്രം. ആ നേഴ്സ് ആ ഷീറ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, സ്തോത്രം, ഈ രോഗിക്ക് തൈറോയ്ഡ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ആമേൻ, ഇന്ന് രാത്രി ചിലത് അപ്രത്യക്ഷമാകും. ദൈവത്തിന് സ്തോത്രം. അത് 9-ാം രാത്രിയിൽ സരിപ്പാസ് പ്രസംഗിച്ചത് കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിക്കേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ഒരു മെഡിക്കൽ പ്രൂവിങ്ങിലൂടെ കാര്യങ്ങളെ ദൈവം തെളിയിച്ചു കൊണ്ടുവന്നു. എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? നിന്റെ ഭാര്യയ്ക്ക് തൈറോയിഡ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഷീറ്റുമായിട്ട് ഓടി ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമി വന്നു. ഞാൻ എൻ്റെ വൈഫിനെ കാണിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു നിനക്ക് തൈറോയ്ഡ് ഇല്ല. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയാം, ആ ഫെയ്ത്ത് ഹോമിൽ ചേർത്ത് പിടിച്ച് തലയിൽ കൈവച്ച് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സംഭവിച്ച സംഭവം കേൾക്കണമോ? അതുവരെ ഉണ്ടായിരുന്ന ആ പ്രൊജക്ഷൻ പിന്നീട് ഇന്ന് വരെ വന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഇന്ന് രാത്രിയിൽ ഒരുവൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നീ പറയുന്നത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. രക്തജയം. നോക്കിക്കേ, ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ച് നോക്കിക്കേ. നിങ്ങൾ പരസ്യമായി വായിച്ചില്ലെങ്കിലും വേദപുസ്തകം തുറന്ന് മുൻപിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടാബിലോ മൊബൈലിലോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇയ്യോബിന്റെ പുസ്തകം, ജോബ് ചാപ്റ്റർ 9 വേഴ്സ് 5. എന്നിട്ട് ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. സ്തോത്രം. മുമ്പേ വായിച്ച ആ ദൈവദാസിയോ ആരെങ്കിലും ഒരാൾ ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. എങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നെന്ന്? അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. അവിടെ കിടക്കുന്നു. അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് മൗണ്ടൻ. പർവ്വതത്തിന്റെ അനുവാദമില്ലാതെ ഈ രാത്രിയിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 9:5 നമ്മൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു, അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം എന്താ? സഹോദരി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം എന്താ? ദൈവദാസനെ ഈ ഉപവാസം വെച്ചതിന്റെ പുറകിൽ നമ്മളെ പ്രേരിപ്പിച്ച പർവ്വതം എന്തുവാ? ഇന്ന് രാത്രിയിൽ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് മൗണ്ടൻ, ആ പർവ്വതത്തിന്റെ അനുവാദമില്ലാതെ, സ്തോത്രം, ഈ രാത്രി നിന്റെ മുമ്പിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ നിന്ന്, സഹോദരി ദൈവദാസി, നിന്റെ വിഷയത്തിനകത്ത് നിന്നെ ഒത്തിരി വിഷമിപ്പിച്ച, നിന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയ, നമ്മിൽ ചിലരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ പർവ്വതം അതുപോലും അറിയാതെ, സിസ്റ്ററെ, ആ മൈഗ്രീൻ ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകും. രക്തത്താൽ ജയം. ദൈവദാസനെ, ആ ഉറക്കക്കുറവ് ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകും. പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ശമനഘടകസിയാതന. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ, ആ പ്രാർത്ഥിച്ച് നീ കിടക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ആ ഉറക്കക്കുറവ്, ആ ഉറക്കമില്ലായ്മയ്ക്ക് ഇന്ന് രാത്രി കർത്താവ് വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. വിശ്വസിച്ച് ഈ രാത്രി വചനം നിന്നെ കയറി പിടിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം നിന്നെ കയറി പിടിക്കും. ഇതൊരു പ്രവചനം പോലെ, ഇതൊരു വെളിപ്പാട് പോലെ, ഇത് ആമേൻ ഉറയിൽ നിന്ന് ഊരി ഒരു വാള് പോലെ നമ്മിൽ ചിലരെ കയറി ഈ വചനം പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നീ പോലും അറിയാതെ വർഷങ്ങളായി, കാലങ്ങളായി നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിന്നിരുന്ന ആ പർവ്വത തുല്യമായ വിഷയത്തെ കർത്താവ് ഈ രാത്രി നീക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി? വെറുതെ ആരും സ്തോത്രം ചെയ്യണ്ട. നിങ്ങളുടെ വൈകാരിക തലത്തെ ആമേൻ സ്തോത്രം, എനിക്ക് സ്തോത്രം ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേര് പറയും ദൈവത്തിന് സ്തോത്രം, അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയും. ഞാൻ ഇന്ന് രാത്രി എന്തോ ഒരു വചനമൊക്കെ ധ്യാനിച്ചാണ് വന്നത്, പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് കൊണ്ടുപോയി. ഞാൻ ഒരു സാക്ഷ്യം കൂടെ പറയാം. ചില മാസങ്ങളുടെ പുറകിൽ ഞാൻ താമസിക്കുന്ന അക്ഷരനഗരിയുടെ നാഗമ്പടം ടൗണിൽ AG ചർച്ചിൽ ഒരു പകലും വൈകിട്ടും എനിക്ക് ഫാസ്റ്റിംഗ് പ്രയർ ശുശ്രൂഷിക്കണം. ഞാനന്ന് പകൽ പോയി ശുശ്രൂഷിച്ചു, രാത്രിയിലും ഞാൻ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞൊരു 3-ാമത്തെ ദിവസം ആ സഭയുടെ പാസ്റ്റർ എന്നെ ഫോൺ ചെയ്തു. പാസ്റ്റർക്ക് എന്ന ഫ്രീ ആയിട്ടുള്ള ദിവസം? ഞാൻ ചോദിച്ചു, എന്തിനാ പാസ്റ്ററെ? സ്തോത്രം, അതൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. എന്നിട്ട് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നോട് വന്ന് ശുശ്രൂഷിക്കുമ്പം
പാസ് ഒരു വെളിപ്പാട് പറഞ്ഞില്ലേ, ഒരു സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അതും യൂട്രസുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ സഭയിൽ സൗഖ്യമാകും. സ്തോത്രം. കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാനവിടെ പറഞ്ഞേച്ചു പോന്നു. ഞാൻ എന്നിട്ട് പൊതുവിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പാസ്റ്ററിനെ വിളിച്ച് പറയുക, അവിടെ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വൈഫ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരി ആ ചർച്ചിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ യൂട്രസ് മുഴുവൻ ഫൈബ്രോയിഡാ. അവിടുത്തെ കോട്ടയത്തിൽ വലിയ ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടു, കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. എന്നിട്ട് ഡേറ്റ് തീരുമാനിച്ചിട്ട് ആ പുള്ളിക്കാരി അവിടെ നടന്ന ഉപവാസത്തിന് കയറിയിരിക്കുക. ഉപവാസം കൂടെ കഴിഞ്ഞിട്ട് ഓപ്പറേഷന് പോകാം. അന്നാണ് സ്തോത്രം ഈ പോലീസ് ഇൻസ്പെക്ടർ അവധിയെടുത്തിരിക്കുന്നത്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാ. അങ്ങനെ ജോലിയിൽ നിന്ന് അവധിയെടുത്തു, പോകാനൊക്കെ തയ്യാറായി. അതിനു മുമ്പ് ചില ദിവസങ്ങൾ ഉപവസിച്ചു. അങ്ങനെ അതിൻ്റെ 4-ാമത്തെ ദിവസം രാത്രിയിലാണ് ദൈവാത്മാവ് എന്നിലൂടെ പറയുന്ന ഒരു വെളിപ്പാട്, സർജറിക്ക് ഡേറ്റ് കുറിച്ച നിന്റെ യൂട്രസിനെ കർത്താവ് സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കേൾക്കണമോ? ആ സഹോദരിയും ഭർത്താവും ക്രമീകരണങ്ങളെല്ലാം എടുത്ത് ആശുപത്രിയിൽ ചില ആഴ്ചകൾ താമസിക്കണം. സർജറി കഴിഞ്ഞ് പെട്ടെന്ന് പോരാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹവും വണ്ടി ഓടിച്ച് അവിടെ എത്തി, പ്രിയപ്പെട്ടവരുമായിട്ട് അവിടെ ചെന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. എന്നിട്ട് ഒരു കാര്യം കൊണ്ട് ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് വന്നല്ലോ, മരുന്നിനിടയിൽ കഴിച്ചല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം, സർജറിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം. അതിനു മുൻപ് ഒരു സ്കാനിങ്ങിനൂടെ നീ വിധേയപ്പെടണം. ഈ പേഷ്യന്റിനോട് പറഞ്ഞു. സ്തോത്രം. ഈ 5-8 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്കാൻ കഴിഞ്ഞതാ. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഒരു സ്കാനിങ് കൂടെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നറിഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അതങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഒരു ചോദ്യം ചോദിക്കുക, ഈ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ, മീൻസ് ഒരു 2 ആഴ്ചക്കിടയിൽ എന്തെങ്കിലും മറ്റു മരുന്നുകൾ വല്ലതും നിങ്ങൾ കഴിച്ചോ? പുള്ളിക്കാർ പറഞ്ഞു, ഒരു മരുന്നും കഴിച്ചില്ല. മറ്റെന്തെങ്കിലും ആയുർവേദമോ ഹോമിയോയോ എന്തെങ്കിലും കഴിച്ചോ? പുള്ളിക്കാർ പറഞ്ഞു, ഒന്നും കഴിച്ചില്ല. അദ്ദേഹം സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ചില ദിവസങ്ങളുടെ പുറകിൽ നിന്നെ എടുത്ത ആ സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ഫൈബ്രോയിഡ് പോലും നിന്റെ യൂട്രസിനകത്തില്ല. ഞാൻ പറയുന്നത് നിർമ്മിത കഥയല്ല, അമ്മുമ്മ കഥയല്ല, ഉണ്ടാക്കി പറയല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിലും സൗഖ്യത്തിന്റെ കരം, നിന്റെ ശരീരത്തെ തൊടുന്ന കരം. രക്തത്താൽ ജയം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു കാര്യം അറിയാം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എങ്ങനെ? ശരീരം കീറി മുറിക്കാതെ, സ്തോത്രം, പുതിയതിനെ തരാൻ, പുതിയ യൂട്രസ് തരാൻ, പുതിയ ലങ്സ് തരാൻ, പുതിയൊരു ഹാർട്ട് തരാൻ, പുതിയൊരു ലിവർ തരാൻ, പുതിയൊരു അവയവം നിനക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോക ഡോക്ടർമാർ എങ്ങനെയൊക്കെ മുറിച്ചാലും, എന്തൊക്കെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചാലും അത് ബ്ലീഡിങ് വരും, ബ്ലഡ് പുറത്തു വരും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു തുള്ളി ബ്ലഡ് പൊടിക്കാതെ നിന്റെ ശരീരത്തെ തൊടാൻ കഴിയുന്ന ഒരു വാളുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ജീവന്റെ വചനമാണ്. ഈ രാത്രി ആ വചനം ചാട്ടുളി തറയ്ക്കുന്നത് പോലെ നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലർ സാക്ഷ്യം പറയും, കർത്താവിനെ തൊട്ടു, കർത്താവിനെ വിടുവിച്ചു, കർത്താവിന്റെ വിഷയത്തിൽ ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ സഹോദരി സർജറി ചെയ്യാതെ ഡോക്ടർ തിരിച്ചു വീട്ടു വിട്ടു. അത്യാവശ്യം വൈറ്റമിൻ ടാബ്ലറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടു. ആ സഹോദരി പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ, എൻ്റെ സർജറിക്ക് ഞാൻ പോയതാ, പക്ഷേ ദൈവം എന്നെ സൗഖ്യമാക്കി. അന്ന് വന്ന പാസ്റ്ററെ വിളിക്കണം, നമുക്കൊരു ഫുഡ് കൊടുക്കണം, നമുക്കൊരു സ്തോത്ര പ്രാർത്ഥന വെക്കണം. അങ്ങനെ ആ ചർച്ചിൽ ഒരു സ്തോത്ര പ്രാർത്ഥന വെച്ചു. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ചർച്ചിൽ പോയി പ്രസംഗിക്കേണ്ടി വന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ പ്രവചിച്ചു പറയുന്നു, ചിലരുടെ മേൽ പിശാച് വെച്ച് കെട്ടിയ ചില ഓപ്പറേഷൻ ടേബിളുകൾ, ചില മരുന്നുകൾ, കാലങ്ങൾ കൊണ്ട് നിന്നെ മരുന്ന് കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് വെച്ച് കെട്ടിയ ചില സ്ട്രാറ്റജികളെ പരിശുദ്ധാത്മാവ് തിരിക്കും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇയ്യോബ് 9:5 അവൻ പർവ്വതങ്ങളെ അറിയാതെ നീക്കിക്കളയും. ഈ 9-ാമത്തെ ദിവസം രാത്രിയിൽ നീ പോലും അറിയാതെ, നിങ്ങളുടെ പാസ്റ്ററുടെ പെർമിഷൻ ഇല്ലാതെ, പ്രസംഗിക്കുന്ന ഗസ്റ്റ് പാസ്റ്ററുടെ പെർമിഷൻ ഇല്ലാതെ, നിന്റെ ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നീ അന്യഭാഷ പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നോക്കിക്കേ, ഒരു ദൂതൂടെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് വരാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്,
ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സ്തോത്രം, അതിന്റെ 23-ാമത്തെ വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ആ കാട്ടത്തിൽ വളർന്ന മലയുണ്ടല്ലോ, മണ്ണ്, സ്തോത്രം, വേരോടിയ മണ്ണില്ലേ, സ്തോത്രം, ആ പർവ്വതം, ആ മല, സ്തോത്രം, ആ മണ്ണിലാണല്ലോ, ആ മലയിലാണല്ലോ ഈ കാട്ടത്തി വേരോടിയത്. സ്തോത്രം. എന്താ അതിൻ്റെ ആത്മീയ അർത്ഥം? ഇത്രയേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. ഇനിയും ഒരു കാട്ടത്തിയുടെ വേര് ഇറങ്ങാൻ ഒരു കൊട്ട മണ്ണ് പോലും ഇല്ലാത്ത വിധത്തിൽ ഒരു 100% ഒരു ടോട്ടൽ ഡെലിവറൻസ് തരാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് കഴിയും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ പ്രതികരിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, കാട്ടത്തി പോവുക മാത്രമല്ല, സംശയിക്കാതെ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തോട് പ്രതികരിച്ചാൽ ഇനിയും ഒരു കാട്ടത്തിയുടെ വേര് നിന്റെ അതിരിനകത്ത് ഇറങ്ങാത്ത വിധത്തിൽ ആ മലയൂടെ അവിടുന്ന് പോകും. എന്ന് പറഞ്ഞാൽ ആ മണ്ണനി അവിടെ കാണത്തില്ല. ആമേൻ. ആ കള വളരാൻ, ആ കാട്ടത്തി വളരാൻ, ആ രോഗം വളരാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി യാഗപീഠത്തെ ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം കത്തി. മൂന്നാമത് കത്തിയത്, സ്തോത്രം, ആ ദേശത്തെ ആമേൻ 850 അന്യാരാധനയുടെ പ്രവാചകന്മാർ ഉറഞ്ഞുതുള്ളിയ ബാലിന്റെയും അശേരയുടെയും പ്രവാചക വൃന്ദങ്ങൾ ഉറഞ്ഞുതുള്ളി ശപിക്കപ്പെട്ടു പോയ മണ്ണിനെ കൂടെ എൻ്റെ ദൈവം കത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്റെ മണ്ണിൽ വേരോട്ടം നടത്തിയിരിക്കുന്ന ചില പാരമ്പര്യ രോഗങ്ങളുടെ മേൽ, ചില പൗരോഹിത്യ ശക്തികളുടെ മേൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ഇടപെട്ട് പറയുന്നു. റിഗന ഹദര, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ശന്തന റീഖമാന വ സാധൂനി റമേ നിരസ്യ രൂല, നിന്റെ അകത്ത് കയറിയ ഭയത്തെ ഈ രാത്രി കർത്താവ് പുറത്താക്കും. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ചിലരോട് ആത്മാവ് പറയുന്നു, നിന്റെ മനസ്സിനെ മതിക്കുന്ന ഒരു വല്ലാത്ത ഭീതി, ഒരു പരാജയ ഭീതി, ഒരു പ്രാണഭീതി, ഒരു മരണഭീതി, ഒരു രോഗഭീതി, ഇത് രാത്രി ചിലരുടെ മേൽ യുദ്ധഭീതി, എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ആശങ്കകൾ നിന്റെ അകത്ത് ഇന്ന് രാത്രി ഒരു തിര തള്ളി കയറുന്നത് പോലെ, ആ തിര തിരിച്ചിറങ്ങുന്നത് പോലെ ഒരു ദ്വീപിനെ പോലെ നിന്നെ ആക്കി നിർത്തി എപ്പോഴും ഒരു ഭീതിയുടെ നിഴലിൽ നിർത്തുന്ന ഒരു വല്ലാത്ത ശക്തിയെ കർത്താവ് ഇന്ന് രാത്രിയിൽ അഡ്രസ് ചെയ്തിട്ട് പറയുന്നു, ഇനിയും ആ മണ്ണ് അവിടെ കാണത്തില്ല. ഈ ഉപവാസം കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു, ഇനിയും ആ കാട്ടത്തിയുടെ വേരോടാൻ, ആ രോഗത്തിന്റെ വേരോടാൻ, ആ ശാപത്തിന്റെ വേരോടാൻ ആ മണ്ണിനെയും അവിടെ കാണില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നു ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ. ജുഡാനവസിയ അർഗജേലകക്ഷ സമ്പൽ ഗമനികടകസിയ ആമേൻ. പ്രാർത്ഥിച്ച് പ്രിൻസി വർഗീസ് പ്രാർത്ഥിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിച്ച് നിന്റെ കൈകൾ കൊട്ട വിട്ടൊഴിയട്ടെ. റമനഹടകസിയ റബസ്കനാദിയ സന്തൂജം ആമേ റിബൽ പിതാക്കന്മാർ കുഴിച്ച ചില ഉറവകൾ പിന്നത്തേതിൽ തലമുറകളുടെ കാലം വന്നപ്പോൾ അതിനെ മണ്ണിട്ട് മൂടി അത് അനുഭവിക്കാൻ കഴിയാത്തതുപോലെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ തലമുറ പോകുമ്പോൾ അവർ പാട്ടുപാടി കിണറെ പൊങ്ങിവ, കിണറെ പൊങ്ങിവ, കിണറെ പൊങ്ങിവ എന്നവർ പാട്ടുപാടി ആരാധിച്ചപ്പോൾ അടച്ചു കളഞ്ഞ ഉറവകൾ പിന്നത്തേതിൽ തുറന്നു വന്നതുപോലെ ഈ രാത്രി പ്രിൻസി വർഗീസ് ആത്മാവിൽ പ്രാർത്ഥിച്ച് അടച്ചു കളഞ്ഞതാ ചില വഴികൾ, പിശാചു മനുഷ്യരും അടച്ചു കളഞ്ഞതാ. എന്നാൽ ഈ ഫാസ്റ്റിംഗിൽ കർത്താവ് ചില വഴികളെ തുറക്കുകയ. അറമനി ഹസിയ റമൻ ഹണ്ടര വൈഷസ് കനേദിയ റീമൻ ഹന്തുര ആമേൻ മഹ്ഫൂസ്. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിനക്കെതിരെ ആമേൻ വെടി ഉതിർക്കുന്നത് പോലെ, ഒരു വേട്ടക്കാരൻ വെടി ഉതിർക്കുന്നത് പോലെ കർത്താവിനോട് പറയുന്നു. പക്ഷേ ഞാനൊരു വെളിപ്പാട് കാണുന്നു. പക്ഷേ വെടി ഉതിർക്കാൻ വരുന്നവൻ കാഞ്ചി വലിക്കുന്നെങ്കിലും അതിനകത്തുള്ള വെടിയുണ്ടയെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുന്നു. രക്തത്താൽ ജയം. നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു ഡിവൈൻ സെക്യൂരിറ്റിക്കകത്താണ്. ഹോളി സ്പിരിറ്റിന്റെ സെക്യൂരിറ്റി സോണിലാണ്. നിങ്ങളോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേ നിങ്ങൾക്കെതിരെ ആമേ കാഞ്ചി വലിക്കുന്ന പല കൈകളെ ഞാൻ കാണുന്നു. പക്ഷെ ഒരു വെടിയുണ്ട പോലും അതിനകത്തില്ലാതെ പരിശുദ്ധാത്മാവിനെ ശൂന്യമാക്കുന്നു. ഭർത്താവിനോട് പറയുന്നു, ഓ റബ സാധുനിയ ആമ ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞ, ക്ലോസ് ചെയ്ത് കളഞ്ഞ ചില ചരിത്രത്തെ ദൈവാത്മാവ് പൊക്കി നിന്റെ കൈക്കകത്ത് ദൈവം തരും.
കാലങ്ങൾ കൊണ്ട് വിസ്മരിക്കപ്പെട്ടു പോയ ചില പുസ്തകത്തിന്റെ താളുകൾ മൊർദെഖായിക്ക് വേണ്ടി ഒരു രാത്രിയിൽ ആമേൻ സ്തോത്രം അഹശ്വേരോശ് രാജാവ് തുറന്നു വായിപ്പിച്ചെങ്കിൽ നിനക്ക് വേണ്ടി എഴുതി വെച്ച ചില പുസ്തകത്താളുകൾക്കകത്ത് കിടക്കുന്ന ചില നന്മകളും വിടുതലുകളും ഉയർച്ചകളും പിശാചും മനുഷ്യരും ചേർന്ന് ഒരിക്കലും ആ പുസ്തകം തുറക്കരുത് എന്ന് പറഞ്ഞ് മറച്ചു വെക്കുമ്പോൾ ആത്മാവ് പറയുന്നു, നിന്റെ പുറകിൽ എത്ര ഹാമാനും എത്ര സേരേശും കൂടെ കളിച്ചാലും ആത്മാവിനോട് പറയുന്നു, ആമേൻ, ചില പുസ്തകത്തിന്റെ താളുകൾ നിനക്ക് വേണ്ടി തുറക്കുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്. രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് റംദന സഖന അടബ രബച്ചന സിയാധന ആത്മാവിൽ അവരവരോട് പ്രവചിച്ച് ഇന്ന് രാത്രിയിൽ ഒരു പ്രവാചകന്റെ ശബ്ദം നമുക്ക് നല്ലതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രവാചകൻ നിങ്ങളുടെ പള്ളിക്കകത്തല്ല, നിങ്ങളുടെ ഹോളിനകത്തല്ല, നിങ്ങൾ സഭായോഗത്തിന് വരുമ്പോൾ അവിടെയല്ല. ഹീസ് ഇൻ യു. നിങ്ങളിൽ യേശു മഹത്വത്തിന്റെ പ്രത്യാശയായി നല്ല പ്രവാചകനായി നിങ്ങളുടെ അകത്തിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജോബിയാൻ റോഷിൻ പ്രാർത്ഥിച്ച് രക്തത്താൽ ജയം. യോനായി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ യോനായിക്ക് വെള്ളമേ കാണാൻ പറ്റൂ. പക്ഷേ യോനായിക്ക് കാണാൻ കഴിയാത്തതൊന്ന് സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. യോനായിക്ക് വേണ്ടി സ്വർഗം ചിലത് ഒരുക്കി വെച്ചിരുന്നു. അതെവിടെയാണെന്ന് അറിയാമോ? എത്തേണ്ടിടത്തെത്താൻ പാകപ്പെട്ട ഒരു വായ്, ഒരു കരുതൽ. ആ വീഴുന്ന വെള്ളത്തിന്റെ കാണാത്ത ഭാഗത്ത് ഒരു തുറന്ന വായ്, ഒരു കരുതൽ യോനായിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവദാസനെ, നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവത്തിന്റെ ചില വായുകൾ, ദൈവത്തിന്റെ ചില സോഴ്സുകൾ, ദൈവത്തിന്റെ ചില പ്രൊവിഷനുകൾ, ദൈവത്തിന്റെ ചില കരുതലുകൾ എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. നിങ്ങളോട് പ്രവചിക്കുമ്പോൾ റെസ്റ്റോറേഷൻ യഥാസ്ഥാപനപ്പെടുത്തുന്നു എന്നൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയർ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. രക്തത്താൽ ജയം. വാ തുറന്ന് സ്തോത്രം ചെയ്ത് ആത്മാവിൽ പ്രാർത്ഥിച്ച് രമന ഹസിയ അർഗജ ലഗശന ഘടബ സന്ധുനി റിമനി ഹസിയാധന അമേൻ. വാ തുറന്ന് പറഞ്ഞ്, വാ തുറന്ന് പ്രവചിച്ച് അവരവരോട് പ്രവചിച്ച് ഇന്ന് രാത്രിയിൽ ആരെങ്കിലും, സ്തോത്രം, സജിപ്പാസ് പറയട്ടെ എന്നല്ല, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് പോലെ സംഭവിക്കും. ഇല്ല, ആമേൻ, സ്തോത്രം, സൂര്യനും ചന്ദ്രനും ആമേൻ ഈ പ്രപഞ്ചത്തിന്റെ ശക്തികൾ അത് അങ്ങനെ നിൽക്കും എന്ന് യോശുവ വിശ്വസിച്ചു. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ പറയുമോ അവരുടെയൊക്കെ ലൈഫിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി കാണും, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണും. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായി എൻ്റെ വീട്ടിൽ ആമേൻ വേരോടി നിന്ന, എൻ്റെ കുടുംബത്തിൻ്റെ നന്മകളെ കൊള്ളയടിച്ചുകൊണ്ട് നിന്ന ആ ചതിക്കുഴിക്കകത്ത് ആമേൻ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ചെയ്യും. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പാമ്പ് കയറി. ഈ പാമ്പിനെ പിന്നെ നമ്മൾ കാണുന്ന എവിടെയാണെന്നറിയാമോ? ആമേൻ, ഇയ്യോബിന്റെ പുസ്തകത്തില്. സ്തോത്രം. അത് പാറപ്പുറത്ത് സർപ്പത്തിന്റെ വഴി നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആമേൻ, അവിടുന്ന് പുള്ളി പലയിടത്തു നിന്ന് കയറി. സ്തോത്രം. എന്നാൽ അവിടെ എല്ലാം കർത്താവ് പൊളിച്ചു. പിന്നെ ഒരു ദിവസം ഇയ്യോബിന്റെ വീട്ടിൽ ഈ പുള്ളി വന്ന് കയറി. സംഭവിച്ചു കേൾക്കണോ? ഇയ്യോബിന്റെ ചരിത്രം പറയുമ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കാറുണ്ട്. 1:19 ഒരു കാറ്റടിച്ചു. എ വിൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, തകർച്ചയുടെ കാറ്റ് മക്കളെ നശിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. 10 മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബവും പെട്ടിക്കകത്താക്കി. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, പാമ്പ് വന്ന് കയറിയാൽ അകാല മരണങ്ങൾ ഉണ്ടാകും, അനാരോഗ്യങ്ങൾ ഉണ്ടാകും, സ്തോത്രം, തകർച്ചകൾ ഉണ്ടാകും, ഫൈനാൻഷ്യൽ തകർച്ചകൾ ഉണ്ടാകും. ഒന്നിനു പിറകെ ഒന്നായി ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമേൻ ഓട്ടോമൊബൈൽ ഇൻഷുറൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആക്കി, മുച്ചൂടും മുടിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ വരുന്നത് നമുക്ക് ഉമ്മ തരാനല്ലല്ലോ. മനസ്സിലായോ? അവൻ വരുന്നത് നമുക്ക് കർത്തൃമേശ കഴിഞ്ഞ് ഉമ്മ തരാനല്ലല്ലോ. അവൻ വരുന്നത് മോഷ്ടിക്കാനും പറഞ്ഞ് അറുക്കാനും മുടിക്കാനുമാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവനെ നിന്റെ വീട്ടിനകത്തുനിന്ന് നിന്റെ ഏറിയായി ഓടിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ എവിടെ വന്നു? സ്തോത്രം, സ്തോത്രം. ഇയ്യോബിന്റെ വീട്ടിൽ വന്നു, മുഴുവൻ തകർത്തു. 1:19 ഇങ്ങനെ വായിക്കുന്നുണ്ട്. എല്ലാം തകർന്നവനായി, ഒന്നുമില്ലാത്തവനായി, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇയ്യോബ് ഇതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിന് വിരോധമായി ഇയ്യോബ് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല. അവൻ ദൈവത്തിൽ ആശ വെക്കാൻ തുടങ്ങി, ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ തുടങ്ങി. അവൻ പറയാൻ തുടങ്ങി, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്,
എൻ്റെ സാക്ഷി ഉയരത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ മുമ്പിൽ മനുഷ്യരൊക്കെ വന്നു അതും ഇതുമൊക്കെ പറഞ്ഞു. നിന്റെ ഭക്തികേട് കൊണ്ടാണ്, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ആമേൻ, നിന്റെ അകൃത്യം കൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ അയ്യോ പറയുന്നുണ്ട്, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭക്തി മുറുകെ പിടിക്കും, ഞാൻ എൻ്റെ വിശ്വാസം മുറുകെ പിടിക്കും, ഞാൻ എൻ്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തത്തില്ല, എനിക്ക് ലഭിച്ച ദൈവകൃപയെ ഞാൻ വെറുതാവാക്കത്തില്ല എന്ന് പറഞ്ഞ് ഇയ്യോബ് ഭക്തിയെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, പിശാചി ലജ്ജിച്ചു. പ്രൈസ് ദി ലോർഡ്. 38-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവദാസരി ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് ഇയ്യോബിനോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അക്കങ്ങളിട്ട് ഇയ്യോബിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്നാ? ഇയ്യോബിനെ തകർത്തത് ആദ്യത്തെ 1:19 കാറ്റ. മക്കളെ നഷ്ടപ്പെട്ടു, അവൻ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്തവനാക്കി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പക്കാ ശൂന്യമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരിക്കൽ പിശാച് ശീമോൻ പത്രോസിനെ പാറ്റാൻ ചോദിച്ചു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ശീമോനെ, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ എന്നോട് കൽപ്പന ചോദിച്ചതാ. അതിനെ ഒന്ന് ഞാൻ വിശദീകരിക്കാം എൻ്റെ അറിവിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. എന്താ പാറ്റുക എന്ന് പറഞ്ഞാൽ, കൊയ്ത്ത് കഴിഞ്ഞ് പണ്ട് ഈ കാറ്റ് പിടിക്കുമായിരുന്നു നെല്ല്. സ്തോത്രം. അങ്ങനെ നെല്ല് കാറ്റിന് പിടിക്കുമ്പോൾ അതിനകത്ത് കാമ്പുള്ള, കതിരുള്ള, അരിയുള്ള നെൽമണികളെല്ലാം പാറ്റുന്നയാളിൻ്റെ കാച്ചോട്ടിൽ വീഴും. എന്നാൽ ശക്തമായ കാറ്റിങ്ങോട്ട് വരുമ്പോൾ ഈ പതിരെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം കൊയ്ത്തും മെതിയൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ പതിര് എന്ന് പറഞ്ഞാൽ അകത്ത് കാമ്പില്ലാത്ത, അകത്ത് മണിയില്ലാത്ത, അകത്ത് അരിയില്ലാത്ത പതിരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? കാറ്റത്തിങ്ങനെ പൊങ്ങി നിൽക്കും. മേളിലാണോ എന്ന് ചോദിച്ചാൽ മേളിലാ. ചിലപ്പോൾ കാറ്റിന്റെ ഗതിക്കും വിഗതിക്കും അനുസരിച്ച് ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കും. കർത്താവ് ശീമോനോട് പറയാ, ശീമോനെ, നിന്റെ സ്ഥിരത നഷ്ടപ്പെട്ട് നിന്നെ അസ്ഥിരനാക്കി രക്തത്താൽ ജയം, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചതാ. പക്ഷേ ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും എൻ്റെയും നിങ്ങളുടെയും പുറകിൽ ചോദിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടും അവകാശം പറഞ്ഞുകൊണ്ടും പലതും നിൽപ്പുണ്ട്. പക്ഷെ എന്താ വിട്ടുകൊടുക്കാത്തെന്നറിയാമോ? എന്നെയും നിന്നെയും വിട്ടുകൊടുത്താൽ അവൻ പാറ്റിപ്പെറുക്കി കൈ തരുമെന്ന് കർത്താവിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുക. ഈ 9-ാമത്തെ ദിവസവും രാത്രിയിൽ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് എനിക്കും നിനക്കും വേണ്ടി ഒരുവൻ ഇന്ന് രാത്രിയിൽ പക്ഷവാതം കഴിക്കുന്നുണ്ട്. നമ്മളെത്ര ഭാഗ്യവാന്മാരാ, നമ്മളെത്ര ശ്രേഷ്ഠ ജാതിയ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, 38-1 അടുത്ത കാറ്റ് വെളിപ്പെടുക. ഞാനിങ്ങനെ പ്രസംഗ ഭാഷയിൽ പറയാറുണ്ട്, ഇയ്യോബിന്റെ ചരിത്രം കിടക്കുന്നത് 2 കാറ്റുകൾക്കകത്താണ്. 2 കാറ്റുകൾ. 1-ാമത്തെ കാറ്റ് സകലതും നഷ്ടപ്പെടുത്തി, ഒന്നുമില്ലാത്തവനാക്കി. ഒന്നുമില്ലാഞ്ഞവനായിരുന്നില്ല, എല്ലാം ഉണ്ടായിരുന്നവന്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ ആത്മസന്തോഷം ഇയ്യോബ് നഷ്ടപ്പെടുത്തിയില്ല. ഇയ്യോബ് 37 ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്: ഇപ്പോൾ ആകാശത്തിൽ നോക്കിയാൽ വെളിച്ചമൊന്നും കാണുന്നില്ല. അതിനർത്ഥം തന്നെ മുഴുവൻ അന്ധകാരമാണ്, മുഴുവൻ കൂരിരുട്ട. ഇപ്പോൾ ആകാശത്തിലോട്ട് നോക്കിയാൽ വെളിച്ചം ഒന്നും കാണുന്നില്ല. പക്ഷേ അതുകൊണ്ട് വെളിച്ചമില്ലെന്ന് ഇയ്യോബ് പറഞ്ഞില്ല. ഇയ്യോബ് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു: ഒരു കാറ്റടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഇരുട്ട് മാറും. ഈ 9-ാമത്തെ ദിവസം രാത്രിയിൽ മാറാത്ത, നീങ്ങാത്ത, നിന്നെ വിട്ടുമാറാത്ത ചില ഇരുട്ടിൻ്റെ ശക്തികൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റിന് മുമ്പിൽ കാർമേഘങ്ങൾ കാറ്റുകൊണ്ട് അടിച്ച് ദിശ മാറുന്നത് പോലെ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ അടിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ നിന്റെ മേൽ നിന്ന് സ്വർഗം അടിച്ചു കളയും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഗൾഫിലായിരിക്കുന്നവരെ ഓർത്ത്, സ്തോത്രം, പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? ആ ഭാരം, ആ നൊമ്പരം, ആ വേദന, ആ മുറിവ്, ഞാൻ പറഞ്ഞ വെളിപ്പാട് ഏറ്റെടുത്ത് ഒരു കാർമേഘത്തെ കാറ്റടിച്ച് ദൂരെ കളയുന്നത് പോലെ, ചെതറിച്ച് കളയുന്നത് പോലെ നിന്റെ അകത്തുനിന്ന് ഭാരവും ടെൻഷനും ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കളയും. നിന്റെ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ സുരക്ഷ
സുരക്ഷിതരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാൻ വന്നത്, ആമേൻ, ഇയ്യോബ് ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ അയ്യോ പറഞ്ഞത്? സ്തോത്രം. എന്താ അയ്യോ പറഞ്ഞത്? സ്തോത്രം. ഇപ്പോൾ ആകാശത്തിൽ നോക്കിയാൽ വെളിച്ചം ശോഭിക്കുന്നില്ല, എന്നാൽ കാറ്റ് കടന്ന് അതെല്ലാം തെളിവാക്കും. ആ കാറ്റ് എന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ, വേദപുസ്തകത്തിന്റെ പരിഭാഷയുടെ ഒറിജിനൽ കൊടുത്തിരിക്കുന്നത് ന്യൂമ എന്നൊരു വേർഡാണ്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെന്ന് സ്തോത്രം ചെയ്ത്, എൻ്റെ അകത്ത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വാഴുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, അവൻ പറയാണ്, കാറ്റ് കടന്ന് ചില അവ്യക്തതകളെ, ചില മൂടുപടങ്ങളെ ഈ രാത്രി കർത്താവ് തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാർത്ഥന തെളിഞ്ഞു വരും, നിന്റെ വിശ്വാസം തെളിഞ്ഞു വരും, നിന്റെ ഉപവാസം തെളിഞ്ഞു വരും. എത്ര കാറ്റടിപ്പിച്ചാലും, എത്ര പിശാച് പോരാടിയാലും, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ഫെയ്ത്തിനെ, നിന്റെ ആശ്രയത്തെ, നിന്റെ വിശുദ്ധിയെ എൻ്റെ ദൈവം തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗം ഓടിപ്പോകുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ആമേൻ. ഇയ്യോബിന്റെ ചരിത്രം അവസാനിക്കുന്നത് തകർന്ന ഒരു മനുഷ്യനായിട്ടല്ല, പിന്നെയോ സ്തോത്രം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവം ഇയ്യോബിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞു, ഈ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, എല്ലാവരും കേൾക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, തമ്മിൽ കൈത്താങ്ങണം, ഒരാൾ കയറിയില്ലെങ്കിൽ എൻകറേജ് ചെയ്യണം. സ്തോത്രം. ആമേൻ. ഞാൻ അതിന് അഭിനന്ദനം നൽകിയ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇയ്യോബിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. എന്താണ്? സ്തോത്രം. നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രിയിൽ പലരും എൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ചില സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ കുടുംബവും അതിനകത്ത് പരിമിതപ്പെടരുത്. നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനാ മനുഷ്യനെ പിശാചിന് തകർക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചകനെ പിശാചിന് ഒതുക്കിയേക്കാം, ഒരു കൺവെൻഷൻ പ്രീച്ചറെ പിശാചിന് ഒതുക്കിയേക്കാം, പക്ഷേ ഒരു പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റില്ല. രക്തത്താൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നവനോടില്ലാത്ത പോരാട്ടം, പ്രവചിക്കുന്നവരോടില്ലാത്ത പോരാട്ടം പ്രാർത്ഥിക്കുന്നവനോടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 3 വാക്യങ്ങൾ കൊണ്ട് അത് തെളിയിക്കാം, എന്നിട്ട് ഈ ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ഹന്ന ശരിക്കും ആലയത്തിൽ പോയത് എന്തിനാണ്? പ്രാർത്ഥിക്കാനാ പോയത്, ദൈവത്തെ ആരാധിക്കാനാ പോയത്, അല്ലേ? സ്തോത്രം. ശ്രദ്ധിച്ചേ, എന്തിനാ പ്രാർത്ഥിക്കാം? എന്തിനാ ആലയത്തിൽ പോയത്? ജൂലിയ ജിം എന്തിനാ പോയത്? പ്രാർത്ഥിക്കാനാ പോയത്. പക്ഷേ നീണ്ട വർഷങ്ങൾ ഈ ഹന്ന പ്രാർത്ഥിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഹലോ, മനസ്സിലായോ? പണ്ടേ അവൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, പണ്ടേ അവൾ ദൈവത്തിന്റെ ആത്മാവിൽ കയറിയിരുന്നെങ്കിൽ, പണ്ടേ അവളുടെ ഉദരത്തിന്റെ കെട്ടുപൊട്ടിയേനെ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതിന് മുൻപ് നിന്റെ പിതാവ് നിനക്ക് മറുപടി തരും. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത്? ഒരു വചനം കൊണ്ട് അതിനെ ഞാൻ തിരിച്ചു വ്യാഖ്യാനിക്കുക. യേശു തന്റെ ഗിരിപ്രഭാഷണം പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പായിടുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ദൈവം അറിയുന്നു. ഞാനതിനെ മറ്റൊരു വചനം കൊണ്ട് തെളിയിക്കാം. നോക്കിക്കേ, മക്കളില്ലാതെ സ്തോത്രം ഒരുപാട് പ്രവാചകന്മാർ കയറി ആ വീട്ടിൽ പ്രവചിച്ച് അവസാനം പ്രവാചകന്മാരോടും പിണക്കായി, ഉപദേശിമാരോടും പിണക്കായി, പെന്തക്കോസ്തിനോട് തന്നെ പിണക്കായി, ഇനിയൊരു ഉപദേശി വീട്ടിൽ കയറരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താണ്ട പോന്നു വഴിയെ കൂടെ ഒരു ഉപദേശി, രാവിലെയും വൈകിട്ടും ഏലീശ. സ്തോത്രം. ആമേൻ. ആത്മീയമായി മടുത്തു പോയ അമ്മാമ്മ അച്ചായനോട് പറഞ്ഞു, ദേണ്ടേ നമ്മുടെ വഴിയെ കൂടെ പോന്ന മനുഷ്യനുണ്ടല്ലോ, ഒരു വ്യത്യസ്തന, പുള്ളി ഒരു ദൈവ മനുഷ്യനാ, നമുക്ക് വീട്ടിൽ വിളിച്ചു കയറ്റാം, ഒരു മുറി പണിയാം, ഒരു കട്ടിൽ പണിയാം. സ്തോത്രം. അങ്ങനെ പുള്ളിക്കൊരു ഗസ്റ്റ് റൂം ഒക്കെ പണിത് മനോഹരമായ നിലയിൽ ഈ ദേവദാസനെ സ്വീകരിച്ചു. ദേണ്ട കൂനിന്മേ കുരുവെന്ന് പറഞ്ഞ പോലെ, ഇനി ആയുസിൽ ഒരാളിനോട് പ്രവചിക്കരുതേ, ഇനി ആയുസിൽ ഒരാളുടെ പ്രവചനം ഞങ്ങളുടെ വീട്ടിൽ വരരുതേ, ഇങ്ങനെ പറഞ്ഞ് പ്രവചനത്തെ നിഷേധിച്ച് നിൽക്കുമ്പോൾ താണ്ടെ ഒരു മനുഷ്യൻ വന്നേച്ച് പറയുക, സഹോദരി, വരുന്നയാണ്ടിൽ ഈ സമയമാകുമ്പോൾ നിന്റെ വീട്ടിൽ നീ അമ്മയാകും, നീ ഒരു മകനെ പ്രസവിക്കും. പുള്ളിക്കാരി പറഞ്ഞു, ഉപദേശി, അവിയലും സാമ്പാറും
വറുത്ത മീനും പൊരിച്ച മീനും ഒക്കെ തിന്നത് ഇറ്റ്സ് ഓക്കെ, അവിടെ കൊണ്ട് നിർത്തിയേര്. ഇതിനപ്പുറത്തോട്ട് വരാൻ ഞാൻ ആരെയും ഇനി അനുവദിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രവാചകന്മാർക്കും പ്രവചനത്തിനും ആത്മതലങ്ങൾക്കും ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അതിരുവരച്ച് മടുത്തവർ വീഡിയോ ഓഫ് ചെയ്ത് തന്നെ കേൾക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, വരുന്നയാണ്ടിൽ ഈ സമയമാകുമ്പോൾ നിന്റെ മേൽ നീ കേട്ട വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കപ്പെടും. കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്ത് രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പണ്ട് വർഷങ്ങളുടെ പുറകിൽ ഞാൻ ഒരു KSRTCയിലെ കണ്ടക്ടറുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. എന്തോ എനിക്കറിയത്തില്ല, ഒരുപാട് ഫ്രീഡം ഞാൻ അനുഭവിക്കുന്നു, സ്പിരിച്വൽ ഫ്രീഡം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകാം. സ്വന്തം ഒരു KSRTC കണ്ടക്ടറുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ആ മനുഷ്യന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ച് സ്നാനപ്പെടണം. പക്ഷേ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മർത്തോമായി ജനിച്ചു, ഞാൻ മർത്തോമായിൽ വളരുന്നു, ഞാൻ മർത്തോമായി സൺഡേ സ്കൂൾ പഠിച്ചു, ഞാൻ മർത്തോമായി മരിക്കും. സ്തോത്രം. രാത്രിയിൽ ഏകദേശം 12:45 12:45 വരെ സംസാരിച്ചിട്ടും ഒരു മാറ്റവും വരാതെ വന്നപ്പം ആ സ്ത്രീ അടുക്കളയുടെ കഥ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു, ഞാൻ മർത്തോമായി ജനിച്ചു, മർത്തോമായിൽ വളർന്നു, മർത്തോമായിൽ കെട്ടിച്ചു, മർത്തോമായിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നു, ഞാൻ മർത്തോമായിൽ മരിക്കും. ഞാൻ ചാടി എഴുന്നേറ്റു. ഈ സഹോദരിയുടെ നിലപാട് വ്യക്തമാക്കി, നിലപാടുള്ളൊരു സഹോദരിയെ വ്യക്തമാക്കി. അതുകൊണ്ട് ഇനിയും നമുക്കിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, 1 മണിയോട് അടുക്കുന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ അച്ചായി KSRTCയിലെ കണ്ടക്ടർ പറഞ്ഞു, ബ്രദറെ പോകല്, പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കാരണം പുള്ളിക്കാരുടെ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപ്പാടിയാണ്. ഞാൻ ഈ മർത്തോമാക്കാരിയെ മുമ്പോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, കർത്താവ് എന്നോട് പറയുന്നു, ഇനിയും ഞാൻ നിങ്ങളെ കാണുമ്പോൾ മർത്തോമാക്കാരിയായിട്ട് കാണത്തില്ല, പെന്തക്കോസ്തുകാരിയായിട്ട് കാണുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് രഞ്ജിത്ത് ബ്രദറെ, ഈ 57 വയസ്സ് വരെ ഇന്ന് വരെ ലോകത്തിൽ ഞാൻ ഒരുപാട് വിഷയങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഒരു സ്ത്രീ എന്നെ ഇന്ന് വരെ കൊഞ്ഞനം കുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ആ രാത്രിയിൽ 1 മണിക്ക് ഒരു 5 മിനിറ്റ് സമയം ആ കതകിൻ്റെ അവിടെ നിന്ന് ഈ സഹോദരി എന്നെ വല്ലാതെ കൊഞ്ഞനം കുത്തി. ഞാൻ പോകാൻ നേരം ആ സ്റ്റെപ്പേലെ പൂഴി വാരി മുറ്റത്തോട്ട് എറിഞ്ഞേച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രവചനം അടുത്ത ചില മാസങ്ങൾക്കകം സംഭവിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണമോ? 1.5 മാസം കഴിഞ്ഞു കാണും. ആ മുണ്ടിയപ്പള്ളി IPCയിൽ ഞാൻ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കുന്നു. അവിടെ ചെല്ലുമ്പം സ്തോത്രം എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ആ വീട്ടിലെ ആദ്യത്തെ പ്രാർത്ഥനയാ. ഏറ്റവും പറയുന്നൊരു സഹോദരി എഴുന്നേറ്റു. തലമുടി മുഴുവൻ ഏതാണ്ട് ഈ മുസ്ലിം സ്ത്രീകൾ മറച്ചിരിക്കുന്ന പോലെ മൂടിയിരിക്കുക. ഞാൻ സാംബാസ്റ്റോട് ചോദിച്ചു, ആരാ പാസ്റ്റേ ആ സഹോദരി? മുമ്പിലൊന്നും കേൾക്കുന്നില്ലല്ലോ, കരച്ചിൽ വേങ്ങലടി മാത്രമേ ഉള്ളൂ. ഉടനെ പറഞ്ഞു, ആ മുണ്ടിയപ്പള്ളിലെ കണ്ടക്ടറുടെ ഭാര്യയാണ്. ഞാൻ പറയുന്ന സെക്കൻഡ് ഹാൻഡ് സാക്ഷിയല്ല, ഫസ്റ്റ് ഹാൻഡ് സാക്ഷിയാ. ഇന്ന് രാത്രിയിൽ കർത്താവ് ചിലരോട് ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. നീ ചിലത് പറയാമോ? കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നോക്കിക്കേ, പ്രാർത്ഥിക്കുന്നവനെ തടുക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഹന്നായുടെ വാ പൊളിച്ചില്ല. അവൾ എല്ലാ ആണ്ടിലും പോകും, പക്ഷെ അവൾ പ്രാർത്ഥിച്ചില്ല, അവൾ സ്തോത്രം ചെയ്തില്ല, വാ തുറന്നില്ല. ദൈവം ഏൽപ്പിച്ച ഒന്നുപോലും ദൈവത്തോട് പോലും അവൾ സംസാരിച്ചില്ല. പക്ഷെ ഒരു ദിവസം അവൾ തിരിഞ്ഞറിഞ്ഞു, എൻ്റെ പ്രതിയോഗി പെനിന്ന അല്ല, എൻ്റെ പ്രതിയോഗി അമ്മിണിയല്ല, എൻ്റെ പ്രതിയോഗി തോമസ് അല്ല, എൻ്റെ പ്രതിയോഗി കുഞ്ഞമ്മയല്ല, എൻ്റെ പ്രതിയോഗി എനിക്കെതിരെ ചലിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തിയാണ് എന്നവൾ തിരിച്ചറിഞ്ഞ് അന്ന് എൻ്റെ പ്രസംഗഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ കുറഞ്ഞത് ആ ചർച്ചിലെ 5 പ്ലാസ്റ്റിക് കസേറയെങ്കിലും അവൾ പൊട്ടിച്ചു കാണും. നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം. കുറേ വർഷങ്ങളുടെ ടെൻഷനും ഭാരവും ബന്ധനവും പൊട്ടിയതാ. അവൾ ഒരുപക്ഷെ ആലയത്തിൽ കിടന്ന് തുള്ളി തകർത്ത് ആരാധിച്ചു കാണും. പാസ്റ്റർ പറഞ്ഞു, ഇവളി പോരാൻ നേരം ബെവറേജസിൽ കയറിയച്ചാ വന്നെന്ന്. സ്തോത്രം. അത്രയും ഉപദേശിമാരുണ്ട്. ഞാൻ പറയും 5 അല്ല 10 പൊട്ടിയാലും വേണ്ടുകയില്ല, ഒരു സഹോദരിയുടെയെങ്കിലും കെട്ടൊരു ഞായറാഴ്ച ആരാധനയെ പൊട്ടണം. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് സ്തോത്രം ചെയ്ത് ഞാൻ നിർത്താം. എനിക്കറിയാം നിങ്ങൾ ക്ഷീണിച്ചെന്ന്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കേണ്ട ചിലരെ പ്രാർത്ഥിപ്പിക്കാത്ത വിധത്തിൽ വർഷങ്ങളായി ഒതുക്കി വെച്ചിരിക്കുന്ന നിന്റെ പുറകിൽ ചലിച്ച ചില ഇരുട്ടിന്റെ കരങ്ങൾ ആത്മമണ്ഡലത്തിൽ വെട്ടുകൊള്ളുകയാ. സ്തോത്രം. വാ തുറന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിലരുടെ മേൽ അസാധാരണമായ
പ്രയർ വാരിയേഴ്സ് ആക്കി മാറ്റുവാൻ റാഖമനവ ശാന്തര റമനഗജപടബലവ ശംധുനി റിബസ്കനാദിയ സത്തുന സന്തനി റിബലഗജപടബലവ ശംധുനി റബസ്കനാദിയ മർലിൻ എന്ന് പറയുന്ന ഡിവൈസിരിക്കുന്ന സിസ്റ്ററോട് ആത്മാവിങ്ങനെ ഇടപെടുന്നു. നീ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ കൊയ്യാൻ നീ സമയമാകുമ്പോൾ, കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ നിനക്കെതിരെ ചലിക്കുന്ന ചില 3 ശക്തികൾ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി ഇതിനോട് ദൂത് പറയുന്നു, ആമേൻ, ഒരു കൊയ്ത്തിന്റെ കാലത്തിലേക്ക് ആത്മാവ് നിന്നെ ഒരുക്കുകയാ. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നവൻ മറ്റൊരുത്തൻ എന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ കർത്താവ് ക്യാൻസൽ ചെയ്ത് നിന്റെ കയ്യിൽ ഞാനൊരു കൊയ്ത്തരിവാൾ ആത്മാവിൽ ദർശിക്കുന്നു. ചിലത് നീ കൊയ്യും, ചിലത് നീ കൊയ്ത് നേടും എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. റമസ്കന ഹന്തന. ശ്രദ്ധിച്ചേ, ആമേൻ. ഹന്ന ദീർഘവർഷങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പാസ്റ്റേ, സമയങ്ങളും സംവത്സരങ്ങളും നഷ്ടപ്പെട്ടവർ ഈ 9ാമത്തെ രാത്രിയിൽ കയറിയിട്ടുണ്ട്. തിരിച്ചു പിടിക്കണം. നിങ്ങളുടെ സമയങ്ങളും നിങ്ങളുടെ സംവത്സരങ്ങളും നഷ്ടപ്പെടുത്താനുള്ളതല്ല. ആമേൻ. ഗെറ്റ് റെഡി. ആത്മാവിൽ ചിലത് തിരിച്ചു പിടിക്കണം. രക്തത്താൽ. എത്ര പേർ എൻ്റെ കൂടെ ഈ രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ ചലിക്കുന്നുണ്ട്? ഹന്ന ഒരു കാര്യം തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. വർഷങ്ങൾ പിശാചനെ ചതിച്ചു, വർഷങ്ങൾ പിശാചനെ ഒതുക്കി, വർഷങ്ങൾ പിശാചനെ കെട്ടിയിട്ടു. പക്ഷേ ഇനി അങ്ങനെ പോകാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി ജോസംതോസ്, ആമേൻ, കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥിച്ച് സംവത്സരങ്ങളും കാലങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കണം. വർഷങ്ങളും കാലങ്ങളും പിശാച് ഒതുക്കിയിടത്തു നിന്ന് ഇന്ന് രാത്രി ജോൺ ആൽബർട്ട് ബ്രദറെ പ്രാർത്ഥിച്ച് നമുക്ക് ചിലതിനെ തിരിച്ചു പിടിക്കണം. ഈ 2026 മാർച്ച് മാസം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ഡിവൈൻ സ്തോത്രം അതോറിറ്റിയിലേക്ക് ദൈവസഭ കയറാൻ പോകുക. പരിശുദ്ധാത്മാവ് വീണ്ടും ആ പദം ആവർത്തിച്ച് സഭയോട് പറയുന്നു. ഒരുപക്ഷെ ഇത്രയും പേരെ ഉള്ളായിരിക്കും, പക്ഷെ എന്നാൽ ഒരു ഡിവൈൻ അതോറിറ്റിയുടെ പോസ്റ്റിലേക്ക് പരിശുദ്ധാത്മാവ് ചർച്ചിനെ റീബിൽഡ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. നമുക്ക് സംവത്സരങ്ങളെ തിരിച്ചു പിടിക്കണം. പിശാച് വിദഗ്ധമായി പലരുടെയും സമയങ്ങളും കാലങ്ങളും സംവത്സരങ്ങളും നഷ്ടപ്പെടുത്തി. ഇല്ല, അവൾ തിരിച്ചറിഞ്ഞു, എന്നെ ചതിച്ചതാണ്, ഞാനത് തിരിച്ചു പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനിയും നോക്കിക്കേ, ദാനിയേൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. രാവിലെയും വൈകുന്നേരവും താൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. യാമങ്ങൾ താൻ പ്രാർത്ഥിക്കും, സമയങ്ങൾ താൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ആമേൻ. നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ, ആമേൻ, യെരൂശലേമിൻ്റെ, ഇസ്രായേലിൻ്റെ ഈ പ്രവാസം 70 സംവത്സരം കൊണ്ട് തീരും എന്ന് തിരിച്ചറിഞ്ഞ ഈ ദാനിയേൽ എന്ത് ചെയ്തു? താൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, എണ്ണ തേക്കാതെയും ആമേൻ ചിക്കനും മട്ടനും കഴിക്കാതെ 21 ദിവസം താൻ ഫാസ്റ്റ് ചെയ്തു. 21 ദിവസം. ശ്രദ്ധിച്ചേ, താൻ എന്ന് സ്വയം തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനിരുന്നോ, അതിൻ്റെ ഫസ്റ്റ് ഡേയിൽ ദൈവം തനിക്ക് മറുപടി കത്ത് അയച്ചതാണ്. പക്ഷേ പ്രാർത്ഥനയുണ്ട്, ഒപ്പം ഫാസ്റ്റിങ്ങും ഉണ്ടായിട്ടും, സ്തോത്രം, 21 ദിവസമായിട്ടും ബ്രദറെ, നിന്റെ കയ്യിൽ വരേണ്ട അപ്പോയിൻമെന്റ് ലെറ്ററിനെ, നിനക്ക് വരേണ്ട മെസ്സേജിനെ, നിന്റെ ഇമെയിലിൽ വരേണ്ട സന്ദേശത്തെ തടഞ്ഞുകൊണ്ട് നിന്റെ സിസ്റ്റത്തെ വൈറസ് കയറ്റിവിടുന്ന ഒരു ഇരുട്ടിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുന്നു. അത് ഈ രാത്രി കർത്താവ് വെട്ടും. ദൈവത്തിന് സ്തോത്രം. നിന്റെ മാത്രം ഫയൽ തുറക്കുകയില്ല, നിന്റെ മാത്രം മെസ്സേജ് വരികയില്ല, നിന്റെ കുഞ്ഞിന് മാത്രം ആ വഴി തുറക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ തന്ത്രങ്ങൾ വെട്ടുകൊള്ളും. പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ഈ രാത്രി കർത്താവ് ചിലരെ വിടുവിക്കും. രക്തത്താൽ ചെയ്യും. ചില തലമുറയുടെ വാതിലുകൾ കർത്താവിൻ്റെ ആത്മാവ് തുറക്കുകയാണ്. ഞാൻ കാണുന്നു ദൂതന്മാർ, ഒരുപാട് ദൂതന്മാർ ചില ഡോറുകൾ വന്ന് തള്ളി തുറന്ന് അകത്തേക്ക് ചിലരെ കയറ്റിവിടുന്നു. രക്തത്താൽ ചെയ്യും. സ്തോത്രം. നോക്കിയേ, പ്രാർത്ഥിച്ചു, 21 ദിവസം ഉപവസിച്ചു. പക്ഷെ എന്നിട്ടും പ്രാർത്ഥനയുടെ ഉത്തരം ഇന്ന് വരെ കൈ കിട്ടിയിട്ടില്ല. പാർസി ദേശത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചിരിക്കുക. ഇനി ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള സമയമേ ഉള്ളൂ. ലമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 7. ലമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം, അതിന്റെ 3-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം ആ. അവൻ എന്നെ വേലി കെട്ടി അടച്ച് എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടോ? പുറത്തു പോകാൻ കഴിയാതെ വണ്ണം, പുറത്തു പോകേണ്ടവർ,
സ്തോത്രം. വെളിയിൽ പോകേണ്ടവർ, കാര്യങ്ങൾ നേടേണ്ടവർ അവരുടെ വഴികളെ വെട്ടുകല്ലുകൊണ്ട് അടച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥനയെ തടുത്തു കളയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോട് മാത്രം നിൽക്കുന്ന ചില ഫൈറ്റിങ്ങുകൾ ഈ 9ാമത്തെ രാത്രിയിൽ കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്യും. രക്തത്താൽ ജയം. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച് നേടിയ സ്ഥാനത്ത്, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച് വെട്ടി പൈശാചിക മണ്ഡലങ്ങളെ കാൽ കീഴിട്ട് ആരാധിച്ച് ചവിട്ടിക്കേറിയ സ്ഥാനത്ത് ഇന്ന് രാത്രിയിൽ തലമുറകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആമേൻ കൂകി നിലവിളിച്ചിട്ട് പോലും പ്രാർത്ഥനയുടെ ഡോറുകളെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ചില ഇരുട്ടിൻ്റെ സ്ട്രാറ്റജികളോട് കർത്താവ് ഇന്ന് രാത്രിയിൽ ഏറ്റുമുട്ടിയിട്ട് പറയുകയാണ്, ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. നോക്കൂ, ഈ 1-ാം അധ്യായത്തിന് ശേഷം ഇന്ന് വരെ ഇയ്യോബിന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, ആമേൻ, ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയാതെ നീ പ്രാർത്ഥിക്കാൻ ആവേശത്തോടെ കസേറയിലോ പായിലോ മുഴങ്കാൽ മടക്കും, പക്ഷേ നീനക്ക് അങ്ങനെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് കയറാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ സമയം, എനിക്ക് അനുവദീയമായ സമയം ഓൾറെഡി കൺക്ലൂഡായി കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇയ്യോബിനോട് ചോദ്യം, ആമേൻ, താങ്കൾക്കാണോ ഇപ്പോൾ പ്രെയർ സപ്പോർട്ട് ആവശ്യം? ആണോ ജോസഫ് തോമസ് ബ്രദറെ? ആണോ? ആമേൻ, ഇയ്യോബിനാണ് ശരിക്കും ഇപ്പോൾ 4 പേര് കൂടി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ദൈവം ഇയ്യോബിനോട് പറയുകയാണ്, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ എന്നോട് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആമേൻ, വായിച്ചത് ജോസ് ബ്രദറാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രാർത്ഥനയ്ക്ക് എത്ര പേരുണ്ട്? ആകെ 4 പേരേ ഉള്ളൂ. ഒരു ചുരുങ്ങിയ ജനമേ ഉള്ളൂ, ഒരു ചെറിയ ആട്ടിൻകൂട്ടമേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് അവൻ ലീഡ് ചെയ്തത്, നേതൃത്വം കൊടുത്തത്, രോഗബാധിതനായ ശരീരം മുഴുവൻ വടുക്കലുള്ള ഒരു നല്ല സെന്റൻസ് കൂട്ടി ഒന്നിച്ച് പറയാൻ ആരോഗ്യമില്ലാത്ത ദുർബലനായ ദീർഘ ആഹാരം കഴിക്കാതെ നിൽക്കുന്ന ഈ രോഗാതുരമായിരിക്കുന്ന ശരീരത്തിൽ നിൽക്കുന്ന ഇയ്യോബാണ് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, എത്ര ശരീരം കൊണ്ട് നീ ദുർബലനെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാമോ? അസാധാരണമായൊരു പവർ നിന്നെ തൊടും. ജുഡിമനി ഹസിയ എന്ന് ഇയ്യോബ് പ്രാർത്ഥിക്കാൻ വാ തുറന്നോ അന്നൊരു കാര്യോടെ സംഭവിച്ചു. അതിനർത്ഥം എന്താ? പ്രാർത്ഥിച്ചത് ഇയ്യോബാണ്, പക്ഷെ ആമേൻ പറഞ്ഞത് ഒരുമിച്ചാണ്. ഒരുമിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അതിതാണ്, പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്ത, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത ഇയ്യോബിന്റെ ശരീരം മുഴുവനും സൗഖ്യമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് രക്തത്താൽ ചെയ്യും ഒരു നിമിഷം ഏകാഗ്രമായി പ്രാർത്ഥിച്ച് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്നും നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, അത് സംഭവിക്കും. ഇന്ന് രാത്രി അധരങ്ങൾ തുറന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. പക്ഷേ ഒരു മിനിറ്റ് കൂടെ എടുത്തോട്ടെ, 1 മിനിറ്റ് കൂടെ ഫ്രീ ആണ്. 1 മിനിറ്റ് കൂടെ, 1 മിനിറ്റ് കൂടെ. സ്തോത്രം. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കർത്താവിനോട് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററോട് 1 മിനിറ്റ് ചോദിച്ചു വാങ്ങിച്ച്. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം, എല്ലാം വായിക്കണം. 34 ഒന്ന് വായിച്ച് സഹായിക്കാമോ? 34 ജോസ് ബ്രദർ തന്നെ വായിച്ചു. 34-ാമത്തെ വാക്യം ദേവദാസൻ തന്നെ വായിച്ചു. അവർ അവനെ പരിഹസിക്കുകയും Yes. തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി. മതി. താങ്ക് യു ദേവദാസൻ, താങ്ക് യു. ഞാൻ ഒറ്റ മിനിറ്റ് എടുക്കത്തുള്ളൂ പാസ്റ്റർ. നോക്കിയേ, ഇവിടെ വായിച്ച വാക്യം എന്താ? അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും. അടുത്തത്, 3-ാമത്തെ ദിവസം ഞാൻ പുറത്തു വരും എന്ന് തനിക്ക് സംഭവിക്കാനുള്ളത് വേറൊരാൾ പറഞ്ഞെന്നല്ല, താൻ തന്നെ പറഞ്ഞു. സ്തോത്രം. ദൈവസഭയുടെ വളർച്ച എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ഒരു വിഷയമുണ്ടാകുമ്പോൾ പായിട്ട് ഭാര്യയും ഭർത്താവും പാസ്റ്ററും സഭയും ഒന്നിച്ച് മുട്ടുമടക്കി വിശ്വാസത്തോടെ ആത്മമണ്ഡലത്തിൽ കൽപ്പിച്ച്, ആത്മമണ്ഡലത്തിൽ പ്രവചിച്ച് ഒരുമിച്ച് പറയുന്നത് എന്തോ അത് ആത്മാവ് നിന്റെ കൈകളിൽ തിരിച്ചു തരും. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി? സ്തോത്രം. ദൈവദാസൻ വായിച്ച വാക്യം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് ആര് പറഞ്ഞു? ജോസ് ബ്രദറെ, ആര് പറഞ്ഞു? താൻ തന്നെ പറഞ്ഞു തുടങ്ങി.
അങ്ങനെയല്ലേ വാക്യം? താൻ തന്നെ അതെ അതെ, പറഞ്ഞു തുടങ്ങി. താൻ അടുത്ത തന്നെ 2 മിനിറ്റ് ഇനിയും ഈ ഡിസ്പ്ലേ മാറ്റിക്ക്. എനിക്ക് എല്ലാവരുടെയും മുഖം ഒന്ന് കാണണം. സ്തോത്രം. ഡിസ്പ്ലേ മാറ്റിക്ക്. സ്തോത്രം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ആത്മാവിൽ പ്രവചിച്ചേ. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററെ നോക്കി പ്രവചിച്ചേ. പാസ്റ്റർ ഈ ഹോൾ ചർച്ചിനെ നോക്കി പ്രവചിച്ചേ. അന്യോന്യം ഈ ഡിവൈസിൽ ഇരിക്കുന്ന ആളുകളെ ആത്മാവിൽ കണ്ട് ഒന്ന് ബ്ലസ് ചെയ്ത് എന്റെ വാക്ക് അവസാനിപ്പിച്ച് ഞാൻ ദൈവദാസന് മൈക്ക് കൈമാറുകയാണ്. ആമേൻ. റിബല ഹദുരിയ അടക രഹസ്യ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന 42 ഡിവൈസുകളെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. 2 കൈകളും ഉയർത്തി, 2 കൈകളും ഉയർത്തി ആത്മാവിൽ ബ്ലസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ചേർന്ന് സഭയെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെയും പുത്രന്റെയും കർത്താവിന്റെയും നാമത്തിൽ ഈ സഭയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഭിക്കപ്പെട്ട ചില ഭവനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹസിയ റബസ്കന ദിവാന ഗംചുനി ഹൃദയ ലകസി ദിനി ജന നിവാഷി അന്യവാഷി റകസി ലകം ദുനിയ സി ഹൃദയ ലകസി ദിനി മസ്കന സംവന ചുമനഗടവസി ഖേനിയസിയ ഗജ ലഗാഷി ദിഖാനി ഹസിയ തുനി ബിബി ഗജബട ബലവസി. In the name of Jesus, we together bless the Holy Spirit. യേശുവിന്റെ നാമത്തിൽ ജർമ്മി യേശുവിന്റെ നാമത്തിൽ ഷെമി ആൻഡ് ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു. ഹോബി ആൻഡ് റോഷിനെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ ഡിവൈസിലുള്ള സകല കുടുംബങ്ങളെയും ബ്ലസ് ചെയ്തു. തലമുറകളെ ബ്ലസ് ചെയ്തു. റൈറ്റ് നൗ ഹീലിംഗ് അതോറിറ്റി പ്രകാരമുള്ള സൗഖ്യം ജനത്തിന് മേൽ സംഭവിക്കട്ടെ. പർവ്വതങ്ങൾ അറിയാതെ മൂവാകട്ടെ. പർവ്വതങ്ങൾ അറിയാതെ നീങ്ങിപ്പോകട്ടെ.
ഈ സഭയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭയുടെ അകത്തുള്ള കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആഭിചാരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. അവരെ മന്ത്രവാദിയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരികളുടെ ദൈവപ്രവർത്തിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കാൻ കഴിയാതെ സ്വന്തം ബന്ധിക്കപ്പെട്ടു പോയ പ്രിയ സഹോദരികളുടെ ജീവിതത്തിന്റെ അകത്ത് തകർച്ച നേരിട്ട സഹോദരികളുടെ നന്മ കാണുവാൻ ജീവിക്കാതെ തളർന്നുപോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. പ്രാർത്ഥനയെ കേട്ടിക്കളഞ്ഞ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയെ കേട്ടിക്കളഞ്ഞ പ്രാർത്ഥിക്കാൻ കൂട്ടുമടക്കിയ തകർക്കുന്നതിനായി സ്തോത്രം. ശത്രുവിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ സഭയായിട്ട് ദൈവദാസന്റെ പ്രാർത്ഥന വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തടസ്സം നിൽക്കുന്ന വ്യാപാരങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ജയഗീതം പാടുക. അപ്പന്റെ മഹത്വം ഞങ്ങൾ കാണും. വചനം നേരത്തെ ഞാൻ പറയുന്നത് സംഭവിക്കും. ഞാൻ പറയുന്നത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ സഭയുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ സഭ ഹല്ലേലൂയ അനുസരണമുള്ള സഭയായിട്ട് മാറട്ടെ. ഈ സഭ വചനത്തോട് ആമേൻ പ്രതിബദ്ധതയുള്ള സഭയായി മാറട്ടെ. ഈ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകന്മാർ ആമേൻ സെർവന്റ് ലീഡേഴ്സ് ആയി മാറട്ടെ. ഈ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകന്മാർ ശിഷ്യന്മാരായി മാറട്ടെ. ആമേൻ മത്സരം മാറിപ്പോകട്ടെ. ആമേൻ വിഭാഗീയത മാറിപ്പോകട്ടെ. ആമേൻ ഭിന്നത മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് സ്നേഹം ഉണ്ടാകട്ടെ, ഐക്യം ഉണ്ടാകട്ടെ. ആമേൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ വേർപാട് വിശുദ്ധിയും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം എന്ന പേരുണ്ടാകട്ടെ. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ പാർവ്വതത്തെ നോക്കി വിളിച്ചു പറയുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താപ്പച്ചന്റെ ധൈര്യം സ്തോത്രം. ഞങ്ങൾ ജയമേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ തീയമ്പങ്ങളെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിന്റെ തീയാൽ അത് കത്തിച്ചാമ്പലായി പോയിരിക്കാൻ സ്തോത്രം. എല്ലാവിധമായ അന്ധകാലത്തിന്റെ പോരുകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ജയമേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ആയുധങ്ങളാണ് ഞങ്ങൾ കർത്താവെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. എന്റെ ബലമുള്ള കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് വാക്ക് തന്ന ദൈവം വിശ്വസ്തയോട് അടിയങ്ങളുടെ മധ്യമുള്ളോണ്ട് ധാരം ക്ഷേനാബാല ബല വശം താരി ദൂരം കർത്താവെ കർത്താവ് കത്തി ചാമ്പലിക്ക് ശക്തനം ദലബലബലവശുദ്ധീനം ദേരം പോര ദോരം ഭേനം ബൗഡ ബത്തുനേ
നേരം ദാന അർജല ദപ്പ പൗര നേരം ആമേൻ ഭാര ദീപൻ ഭാഷ ദൂര ദഖ ആമേൻ നേതം ദൽഖത്തന ധീരം ആമേൻ ഷാന. അപ്പാ നീ വലിയവനാ കർത്താവേ. അപ്പ ഹല്ലേലൂയ, സ്തുതി അപ്പ, സ്തോത്രം അപ്പ. ആമേൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഭാരമില്ല, യെസ് ലോർഡ് ഭയമില്ലപ്പ കർത്താവേ. ഹാലൽ വെള്ളത്തിൽ കൂടി കടന്നാലും കർത്താവ് ഞങ്ങളെ മുക്കിക്കളയത്തില്ലപ്പ. ഹാലെ തീയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ഞങ്ങൾ ആമേൻ കത്തിച്ചാമ്പലാകത്തില്ല. നീയാണ് ഞങ്ങളുടെ ആമേൻ കൂടെ. അപ്പ നീ ഞങ്ങളെ ഹാലല് ജില്ലയിൽ ഞങ്ങൾ നിന്നെ രാസിക്കാല സ്തുതിക്കും അപ്പ. മാനെ ദേരെ കർത്താവെ, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നീ വരാറായി ആമേൻ അപ്പ. നിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുന്നപ്പ. ഹല്ലേലൂയ. ആമേൻ കർത്താവെ, ഞങ്ങളുടെ പേരെഴുതിയ കല്ല് നീ ഞങ്ങൾക്ക് തരും കർത്താവെ. ഹല്ലേലൂയ. ആമേൻ അപ്പ നീ വരാറായി അപ്പ. ഞങ്ങൾ ഭാരപ്പെട്ടു ആമേൻ പോകത്തില്ല, ഞങ്ങൾ ഭയപ്പെടത്തില്ലപ്പ കർത്താവെ. ഹല്ലേലൂയ. നിന്റെ വരവിൽ മേഘാരൂഢനായി വരുമ്പോൾ പോകുവാൻ കർത്താവെ അടിയങ്ങളെ ശക്തീകരിക്കണമേ. രന്തി രീപ്ഷി ആമേൻ രീതി രംഷി ലബരി ദഖനം ദല ബടവശം താര ബാല സംതരംബല ബൗഡപത്തുന ധീരം ഷേന ദകുരം ധീരം ദല ഫലവശം ദ. ഭയങ്ങൾ മാറിപ്പോകട്ടെ, ജയമേറ്റെടുത്ത് ആമേൻ പ്രാർത്ഥിക്കുന്നു. രക്ഷൻ ധീരം ദേലം ഭാഗ ദുരഗത്താനി രംഷെ സറം ബല ഖര ഖീരം ബേ ശത്തുരാദി രംഭാന. അവർ ക്രിയേറ്റർ ഇസ് ഇൻ ബിറ്റ്വീൻ ബർറേഷി